നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസീസ് അക്കാഡമിയുടെ വാർത്താ ബുള്ളറ്റിനിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 2024 മാർച്ച് മാസത്തെ സുപ്രധാനമായ ആനുകാലിക വിവരങ്ങളെക്കുറിച്ചാണ്. ആനുകാലിക സംഭവങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു വാർത്താ ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് 2023 സാഹിത്യത്തിനുള്ള 33ാമത് സരസ്വതി സമ്മാന പുരസ്കാര ജേതാവിനെക്കുറിച്ചാണ്. 2023 സാഹിത്യത്തിനുള്ള 33ാമത് സരസ്വതി സമ്മാന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പ്രഭാവർമ്മയ്ക്കാണ്. പ്രഭാവർമ്മയുടെ രൗദ്രം സാത്വികം എന്ന കാവ്യ സമാഹാരത്തിനാണ് 2023 സാഹിത്യത്തിനുള്ള 33ാമത് സരസ്വതി സമ്മാനം ലഭിച്ചിരിക്കുന്നത്. ഇതേപോലെ 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരമുണ്ട്. മാതൃഭൂമിയുടെ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് പോൾ സക്കറിയ എന്നാണ് പേര്, അല്ലെ? പോൾ സക്കറിയയാണ് 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നതെങ്കിൽ 2023 സാഹിത്യത്തിനുള്ള 33ാമത് സരസ്വതി സമ്മാന പുരസ്കാര ജേതാവ് പ്രഭ വർമ്മയാണ്. അടുത്ത വാർത്ത ഇതാണ്. 2024 ലോക സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ഏത് എന്നുള്ളതാണ് ചോദ്യം. 2024 ലോക സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യത്തിൻ്റെ പേരാണ് ഫിൻലൻഡാണ്. ഫിൻലൻഡാണ് 1ാം സ്ഥാനം നേടിയിരിക്കുന്നത്. തുടർച്ചയായിട്ട് 7 തവണയായിട്ട് ഫിൻലൻഡിനാണ് ഇപ്പോൾ 1ാം സ്ഥാനം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടർച്ചയായിട്ട് 7 തവണ ഈ പുരസ്കാരം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഫിൻലൻഡിലാണ്. 2024 നമ്മളും സന്തോഷ സൂചികയിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സ്ഥാനം എന്ന് പറയുന്നത് 126ാമത്തെ സ്ഥാനമായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം 126 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഫിൻലൻഡാണ്. 2024 ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. 143ാം സ്ഥാനത്താണ്. അപ്പോൾ 143ാമത്തെ സ്ഥാനത്താണ് നമ്മുടെ അയൽരാജ്യമായ അഫ്ഗാനിസ്ഥാൻ സ്ഥിതി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. 2024 ലോക സന്തോഷ സൂചിക പ്രകാരം ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അറബ് രാജ്യം കുവൈറ്റാണ്. ഏറ്റവും സന്തോഷമുള്ള രാജ്യം ഫിൻലൻഡാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഏറ്റവും സന്തോഷമുള്ള അറബ് രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് കുവൈറ്റാണ്. കാരണം അറബ് രാജ്യത്ത് ജനാധിപത്യപരമായ ഭരണ സംവിധാനങ്ങളൊക്കെ വളരെ കുറവാണ്. അവിടെയുള്ള ജനത എപ്രകാരമാണെന്ന് ചോദിച്ചാൽ വളരെയേറെ ബുദ്ധിമുട്ടിലൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ കുവൈത്താണ് ഈ പറയുന്ന 2024 ലോക സന്തോഷ സൂചിക പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന അറബ് രാജ്യമെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ഇതാണ്. കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയം നമുക്കറിയാം, അല്ലെ? കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഖരമാലിന്യങ്ങളും ജൈവമാലിന്യങ്ങളും എല്ലാം സംഭരിക്കുന്നൊരു മാലിന്യ പ്ലാന്റാണ്. അവിടെ ഒരു തീപിടുത്തമുണ്ടായി. ആഴ്ചകളോളം നിന്ന് മാലിന്യം കത്തുകയും ജനജീവിതം ദുസ്സഹമാവുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ പ്രമേയമാക്കിയിട്ട് സംവിധായകനായ അനിൽ തോമസ് അദ്ദേഹം ഒരു സിനിമ ചെയ്യുന്നുണ്ട്. ആ സിനിമയുടെ പേരാണ് ഇതുവരെ എന്നാണ് സിനിമയുടെ പേര്. കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ പ്രമേയമാക്കി അനിൽ തോമസ് സംവിധാനം ചെയ്ത സിനിമയുടെ പേരാണ് ഇതുവരെ എന്നതാണ് ആ സിനിമയുടെ പേര്. അടുത്ത ചോദ്യം ഇതാണ്. 2024 മാർച്ചിൽ മുഖ്യമന്ത്രി ആയിരിക്കെ രാജ്യത്ത് ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടൊരു വ്യക്തിയുണ്ട്. അത് മറ്റാരുമല്ല, അരവിന്ദ് കെജ്രിവാളാണ്. ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപകനും ഡൽഹിയുടെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളാണ് 2024 മാർച്ചിൽ മുഖ്യമന്ത്രിയായിരിക്കെ രാജ്യത്ത് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ വ്യക്തി. ഡൽഹി സർക്കാരിൻ്റെ മദ്യനയ കേസുമായി ബന്ധപ്പെട്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യം. സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ സാഹിത്യ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2021 IV ദാസ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്നുള്ളതാണ് ചോദ്യം. സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ സാഹിത്യ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2021 IV ദാസ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് M മുകുന്ദനാണ്. അപ്പോൾ M മുകുന്ദനാണ് 2021 IV ദാസ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അടുത്തത് മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള PN പണിക്കർ പുരസ്കാരം, അല്ലെ? മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള PN പണിക്കർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഇയ്യങ്കോട് ശ്രീധരനാണ്, അല്ലെ? ഇയ്യങ്കോട് ശ്രീധരൻ. മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള PN പണിക്കർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഇയ്യങ്കോട് ശ്രീധരനാണ്. മാർച്ച് 21 ലോക വനദിനമായിട്ട് ആചരിക്കുന്നത്. മാർച്ച് മാസത്തെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നാണ് വനദിനം എന്ന് പറയുന്നത്. വനദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് മാസം 21. 2024 ലോക വനദിനത്തിൻ്റെ പ്രമേയം എന്തെന്ന് ചോദിച്ചാൽ വനങ്ങളും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിനുള്ള പുതിയ പരിഹാരങ്ങൾ എന്നതാണ്. വനങ്ങളും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിനുള്ള പുതിയ പരിഹാരങ്ങൾ എന്നതാണ് 2024 ലോക വനദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. ഫോറസ്റ്റ് ആൻഡ് ഇന്നൊവേഷൻ ന്യൂ സൊല്യൂഷൻസ് ഫോർ എ ബെറ്റർ വേൾഡ്, അല്ലെ? ഫോറസ്റ്റ്സ് ആൻഡ് ഇന്നൊവേഷൻ ന്യൂ സൊല്യൂഷൻസ് ഫോർ എ ബെറ്റർ വേൾഡ് എന്നതാണ് ലോക വനദിനത്തിൻ്റെ പ്രമേയമായിട്ടുള്ളത്. അടുത്തത് സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ IQ എയർ. സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ IQ എയറിൻ്റെ 2023 ലോക വായു ഗുണനിലവാര റിപ്പോർട്ട്
2023 ലോക വായു ഗുണനിലവാര റിപ്പോർട്ട് സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ IQ എയർ ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 3-ാം സ്ഥാനമാണ്. സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ IQ എയറിൻ്റെ 2023 ലോക വായു ഗുണനിലവാര റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 3-ാം സ്ഥാനത്താണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ വായു മലിനീകരണം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാമതാണ്. അല്ലെങ്കിൽ 1-ാം സ്ഥാനത്തുള്ളത് ബംഗ്ലാദേശും 2-ാം സ്ഥാനത്ത് പാകിസ്ഥാനുമാണ്. പാകിസ്ഥാനും ബംഗ്ലാദേശും അല്ലേ, 1-ാം സ്ഥാനത്ത് ബംഗ്ലാദേശ് നമ്മുടെ അയൽ രാജ്യമാണ്, 2-ാം സ്ഥാനത്ത് പാകിസ്ഥാനാണ് വായു മലിനീകരണത്തിൽ 2-ാം സ്ഥാനത്ത്. എങ്കിൽ 3-ാം സ്ഥാനത്തുള്ളത് നമ്മൾ ഇന്ത്യക്കാരാണ്. അതേപോലെ ലോകത്തിലെ ഏറ്റവും മലിനമായ തലസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ആ തലസ്ഥാനമാണ് ഡൽഹി എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും മലിനമായ തലസ്ഥാനമാണ് ഡൽഹി. അതേപോലെ ലോകത്തിലെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ പ്രദേശമുണ്ട്. ലോകത്തിലെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ പ്രദേശമാണ് ബെഗുസാറായ് എന്ന് പറയും. ഇത് ബീഹാറിലാണ്. ലോകത്തിലെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ പ്രദേശമാണ് ബെഗുസാറായ്. ഇത് ബീഹാറിലാണ്. 2024 മാർച്ചിൽ നേപ്പാളിൻ്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടൊരു പ്രദേശമുണ്ട്. ആ പ്രദേശത്തെ പേരാണ് പൊക്ര. 2024 മാർച്ചിൽ നേപ്പാളിൻ്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പൊക്രയാണ്. നമ്മൾ ഈ യോദ്ധ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, പോക്രയ്ക്ക് പോയിരിക്കുകയാണ് എന്ന് നമ്മുടെ ജഗതി ശ്രീകുമാർ പറയുന്നു അല്ലെ. കുട്ടിമാമൻ അമ്മായിയുടെ അനിയത്തി ഇക്രയെ കാണാൻ പോക്രയ്ക്ക് പോയി എന്ന് പറഞ്ഞില്ലേ, ആ സ്ഥലം തന്നെയാണ് ഈ പൊഖാറ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ 2024 മാർച്ചിൽ നേപ്പാളിൻ്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് പൊഖ്ര എന്ന സ്ഥലത്തെയാണ്. 8 തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് പൊഖ്ര എന്ന് പറയുന്നത്. അപ്പോൾ 8 നഗരങ്ങളുടെ അല്ലെങ്കിൽ 8 തടാകങ്ങളുടെ നഗരമാണ്. 8 തടാകങ്ങളുടെ നഗരം എന്ന പേരിലാണ് പൊഖാറ അറിയപ്പെടുന്നത്. 8 തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് പൊഖാറയാണ്. ഇതൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. 8 തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന പൊഖാറ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. അടുത്ത ലോക കാലാവസ്ഥാ ദിനമാണ് അല്ലേ. ലോക കാലാവസ്ഥാ ദിനമെന്നാണ് മാർച്ച് മാസം 23-ാം തീയതിയാണ് ലോക കാലാവസ്ഥാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇപ്പോൾ ലോക കാലാവസ്ഥാ ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് മാസം 23-ാം തീയതിയാണ്. 2024 ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയമായിരുന്നു കാലാവസ്ഥ പ്രവർത്തനത്തിൻ്റെ മുൻനിര, അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ എന്നതായിരുന്നു 2024 ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം. കാലാവസ്ഥ പ്രവർത്തനത്തിൻ്റെ മുൻനിര, അതായത് അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ എന്നതായിരുന്നു നമ്മുടെ 2024 ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. 2024 അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന് വേദിയായ പ്രദേശമായിരുന്നു വാഗമൺ. വാഗമൺ ഇടുക്കി ജില്ലയിലാണ്. 2024 അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന് വേദിയായ പ്രദേശമാണ് വാഗമൺ. വാഗമൺ ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ഐക്യരാഷ്ട്രസഭയുടെ 2022 മാനവ വികസന സൂചികയിൽ 1-ാമതുള്ള രാജ്യം ഏത് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് അത് മറ്റൊന്നുമല്ല, സ്വിറ്റ്സർലൻഡ് എന്ന രാജ്യമാണ് 2022 മാനവ വികസന സൂചികയിൽ 1-ാമതുള്ള രാജ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയിൽ 2022 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്ന് ചോദിച്ചാൽ അത് 134ആണ്. ഐക്യരാഷ്ട്രസഭയുടെ 2022 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്നത് 134ാമത് സ്ഥാനമാണ്. അടുത്ത ചോദ്യം, രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തി രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഒരു സംവിധാനമുണ്ട്. രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തി രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഒരു സംവിധാനമുണ്ട്. സംവിധാനത്തിൻ്റെ പേരാണ് നഫീസ് എന്നാണ് പറയുന്നത്. നഫീസ്. രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തി രാജ്യം വിടുന്നവരെ കണ്ടെത്താനായിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനത്തിൻ്റെ പേരാണ് നഫീസ് എന്നാണ് പറയുന്നത്. നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം എന്നാണ് നഫീസ്. രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തി രാജ്യം വിടുന്നവരെ കണ്ടെത്താനായിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനത്തിൻ്റെ പേരാണ് നഫീസ്. അടുത്തത്, കേരളത്തിൽ 18ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നാണ് ചോദ്യം അല്ലേ. നമ്മളിപ്പോൾ എല്ലാവരും ഇലക്ഷൻ്റെ ചൂടിലാണ്. 2024 ഏപ്രിൽ മാസം 26-ാം തീയതിയാണ് 18ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടത്തപ്പെടുന്നത്. പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായി ആഭ്യന്തര മന്ത്രാലയം ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ നൽകിയിട്ടുണ്ട്. പൗരത്വ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായിട്ട് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്. ആ നമ്പറാണ് 1032 എന്നാണ് പറയുന്നത്. 1032. പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായി ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1032 എന്നത്. 2024 മാർച്ചിൽ ഇന്ത്യയിലെ ആയുർവേദിക് കഫേ നിലവിൽ വന്നത് എവിടെയാണ്? 2024 മാർച്ചിൽ, അതായത് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ആയുർവേദിക് കഫേ നിലവിൽ വരികയുണ്ടായി. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ആയുർവേദിക് കഫേ നിലവിൽ വന്ന പ്രദേശമാണ് ഡൽഹി. ഡൽഹിയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ആയുർവേദിക് കഫേ നിലവിൽ വന്നത്. ആ കഫേയുടെ പേരാണ് സോമ ദ ആയുർവേദിക് കിച്ചൺ എന്നത്. കഫേയുടെ പേരാണ് സോമ ദ ആയുർവേദിക് കിച്ചൺ എന്നത്. അടുത്ത ചോദ്യം,
അന്താരാഷ്ട്ര നാണയനിധി അഥവാ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് 2024 പുറത്തുവിട്ടൊരു കണക്കുണ്ട്. ആ കണക്ക് പ്രകാരം അതിദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഏത് എന്നതാണ് ചോദ്യം. അന്താരാഷ്ട്ര നാണയനിധി അഥവാ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് 2024 പുറത്തുവിട്ട കണക്ക് പ്രകാരം ലോകത്തിലെ അതിദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യത്തിൻ്റെ പേരാണ് ദക്ഷിണ സുഡാൻ അഥവാ സൗത്ത് സുഡാൻ എന്നാണ് പറയുന്നത്. അന്താരാഷ്ട്ര നാണയനിധി 2024 പുറത്തുവിട്ട കണക്ക് പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ളതാണ് ദക്ഷിണ സുഡാൻ എന്ന് പറയുന്ന രാജ്യം. ഇനി ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ സ്ഥാനം 63-ാമതാണ്. അല്ല, ഇന്ത്യയുടെ സ്ഥാനം 63-ാമതാണ്. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം തയ്യാറാക്കിയ 2022 ലിംഗസമത്വ സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം തയ്യാറാക്കിയ 2022 ലിംഗസമത്വ സൂചിക, അല്ലേ, ജെൻഡർ ഇക്വാളിറ്റി ഇൻഡെക്സ് എന്നാണ് പറയുന്നത്. ജെൻഡർ ഇക്വാളിറ്റി ഇൻഡെക്സ് ആരാണത്? യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന UNDP ആണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. 2022 UNDPയുടെ ജെൻഡർ ഇക്വാളിറ്റി ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യത്തിൻ്റെ പേരാണ് ഡെൻമാർക്ക് എന്നാണ് പറയുന്നത്. ഡെൻമാർക്ക് ലിംഗസമത്വ സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യത്തിൻ്റെ പേരാണ് ഡെൻമാർക്ക്. രണ്ടാം സ്ഥാനത്തുള്ള രാജ്യത്തിൻ്റെ പേരാണ് നോർവേ. നോർവേയാണ് രണ്ടാം സ്ഥാനത്ത്. മൂന്നാം സ്ഥാനത്തുള്ള രാജ്യത്തിൻ്റെ പേരാണ് സ്വിറ്റ്സർലൻഡ്. അപ്പം മൂന്നാം സ്ഥാനത്തുള്ള രാജ്യത്തിൻ്റെ പേരാണ് സ്വിറ്റ്സർലൻഡ്. ഇനിയോ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം തയ്യാറാക്കിയ 2022 ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് എന്നുള്ളതാണ് ചോദ്യം. അതായത് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം തയ്യാറാക്കിയ 2022 ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 108-ാമതാണ് ഇന്ത്യയുടെ സ്ഥാനമുള്ളത്. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം തയ്യാറാക്കിയ 2022 ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 108-ാമതാണ്. ഇന്ത്യൻ നാവികസേനയ്ക്ക് നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരം അത് നൗസേന ഭവൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ഇന്ത്യൻ നാവികസേനയ്ക്ക് നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരമായ നൗസേന ഭവൻ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ഇന്ത്യൻ നാവികസേനയ്ക്ക് നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരമാണ് നൗസേന ഭവൻ. ഇത് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. 2024 7ാമത് അന്താരാഷ്ട്ര സുഗന്ധ വ്യഞ്ജന സമ്മേളനത്തിൻ്റെ വേദിയാണ് ഗുഡ്ഗാവ് ആണ്. 2024 7ാമത് അന്താരാഷ്ട്ര സുഗന്ധ വ്യഞ്ജന സമ്മേളനത്തിൻ്റെ വേദി എന്ന് പറയുന്നത് ഗുഡ്ഗാവ് ആണ്. അടുത്തത് തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ വികസിപ്പിക്കുന്ന ഒരു ഉപഗ്രഹമുണ്ട്. തിരുവനന്തപുരത്തെ ബാർട്ടൺ ഹിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ വികസിപ്പിച്ച ഉപഗ്രഹത്തിൻ്റെ പേരാണ് ബാർട്ടോസാറ്റ്. ബാർട്ടൺ ഹില്ലിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ബാർട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ വികസിപ്പിച്ച ഉപഗ്രഹത്തിൻ്റെ പേരാണ് ബാർട്ടോസാറ്റ് എന്നാണ് പേര്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനമാണ് പുഷ്പക് എന്ന് പറയുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിൻ്റെ പേരാണ് പുഷ്പക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം, അല്ലേ, ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ നിലവിലുണ്ട്. അപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ളൊരു മൊബൈൽ ആപ്ലിക്കേഷനുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും എല്ലാം അധികൃതരെ അറിയിക്കുന്നതിനുള്ളൊരു മൊബൈൽ ആപ്ലിക്കേഷനുണ്ട്. അതിൻ്റെ പേരാണ് സി വിജിൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സി വിജിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് സി വിജിൽ എന്ന് പറയുന്നത്. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായിട്ട് കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്നൊരു പദ്ധതിയുണ്ട്, അല്ലേ. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായിട്ട് കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്നൊരു പദ്ധതിയുണ്ട്. പദ്ധതിയുടെ പേരാണ് ചങ്ങാതി എന്ന് പറയുന്നു, അല്ലേ. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായിട്ട് കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് ചങ്ങാതി എന്ന് പറയുന്ന പദ്ധതിയാണ്. അടുത്തത് കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകുന്ന ഇലോൺ മസ്ക്, അല്ലേ, ആവിഷ്കരിച്ചൊരു പദ്ധതിയുണ്ട്. അതായത് ഇലോൺ മസ്ക് നമുക്ക് അറിയാം, അല്ലേ. ഇലോൺ മസ്കിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ആളുകൾ വളരെ കുറവായിരിക്കും, അല്ലേ. അപ്പോൾ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകുന്ന ഒരു പദ്ധതിയുണ്ട്. എലോൺ മസ്ക് ആവിഷ്കരിച്ച പദ്ധതിയാണ് വിഷൻ ചിപ്പ് പദ്ധതി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ വിഷൻ ചിപ്പ് പദ്ധതി എന്ന് പറയുന്ന കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകുന്ന ഒരു പദ്ധതി ഇത് എലോൺ മസ്ക് ആവിഷ്കരിച്ചതാണ്. ടെസ്ല എന്ന കമ്പനിയുടെ സ്ഥാപകനാണ് എലോൺ മസ്ക്. അതിൻ്റെ പേരാണ് ബ്ലൈൻഡ് സൈറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ബ്ലൈൻഡ് സൈറ്റ് എന്ന പേരായ ഒരു പദ്ധതി, അല്ലേ, ബ്ലൈൻഡ് സൈറ്റ് എന്ന പേരായ ഒരു പദ്ധതിയാണ്. ഇതൊരു വിഷൻ ചിപ്പ് പദ്ധതിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്നാൽ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകുന്ന ഒരു പദ്ധതിയാണ് ഈ പദ്ധതി. ഇത് ആവിഷ്കരിച്ചിരിക്കുന്നത് ടെസ്ലയുടെ സ്ഥാപകനായിട്ടുള്ള എലോൺ മസ്ക് ആണ്. അടുത്തത് റഷ്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വ്ളാഡിമിർ പുടിൻ വീണ്ടും വിജയിച്ചിരിക്കുകയാണ്. ഇത് 5ാമത്തെ തവണയാണ് വ്ളാഡിമിർ പുടിൻ റഷ്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത്. 200 കോടി ഗ്രോസ് കളക്ഷൻ നേടുന്ന ആദ്യത്തെ മലയാള ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മഞ്ഞുമ്മൽ ബോയ്സ് ആണ്.
200 കോടി ഗ്രോസ് കളക്ഷൻ നേടുന്ന ആദ്യ മലയാള ചലച്ചിത്രമാണ് മഞ്ഞുമ്മൽ ബോയ്സ്. ജന്മന ഹൃദയ വൈകല്യമുള്ളവരുടെ കുട്ടികളുടെ ചികിത്സയ്ക്കായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയുണ്ട്. അതിൻ്റെ പേരാണ് ഹൃദ്യം എന്നാണ് പറയുന്നത്. ജന്മന ഹൃദയ വൈകല്യമുള്ളവരുടെ കുട്ടികളുടെ ചികിത്സയ്ക്കായിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതിയുടെ പേരാണ് ഹൃദ്യം എന്നാണ് ഈ പദ്ധതിയുടെ പേര്. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേരാണ് നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത് സ്റ്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേരാണ് നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത് സ്റ്റേഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം ഇതാണ്. സംസ്ഥാന നിയമവകുപ്പ് പോക്സോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ച ഒരു ഹ്രസ്വ ചിത്രമുണ്ട്. സംസ്ഥാന നിയമവകുപ്പ് പോക്സോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ച ഒരു ഹ്രസ്വ ചിത്രമുണ്ട്. ഈ ചിത്രത്തിൻ്റെ പേരാണ് മാറ്റുലി എന്നാണ് അറിയപ്പെടുന്നത്. മാറ്റുലി. സംസ്ഥാന നിയമവകുപ്പ് പോക്സോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ച ഒരു ഹ്രസ്വ ചിത്രമുണ്ട്. ഈ ഹ്രസ്വ ചിത്രത്തിൻ്റെ പേരാണ് മാറ്റുലി എന്നാണ് പറയുന്നത്. പാരീസ് ഒളിമ്പിക്സിലെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തുന്ന അചന്ത ശരത് കമൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? പാരീസ് ഒളിമ്പിക്സിലെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തുന്ന അചന്ത ശരത് കമൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ആ കായിക ഇനത്തിൻ്റെ പേരാണ് ടേബിൾ ടെന്നീസ് എന്നാണ് അറിയപ്പെടുന്നത്. ടേബിൾ ടെന്നീസ്. പാരീസ് ഒളിമ്പിക്സിലെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തുന്ന അചന്ത ശരത് കമൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് എന്ന് ചോദിച്ചാൽ അത് ടേബിൾ ടെന്നീസുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഇദ്ദേഹം. 2024 രണ്ടാമത് വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ വ്യക്തിയല്ല, ടീമാണ് അല്ലേ. 2024 രണ്ടാമത് വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ് 2024 വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം കരസ്ഥമാക്കിയിരിക്കുന്നത്. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ്റെ പേരാണ് ഡോക്ടർ എസ് ഫെയ്സി. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ്റെ പേരാണ് ഡോക്ടർ എസ് ഫെയ്സി എന്നത്. 2024 മാർച്ചിൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഒരു രാജ്യമുണ്ട്. രാജ്യത്തിൻ്റെ പേരാണ് ഐസ്ലൻഡ് എന്നാണ് പറയുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ വടക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന രാഷ്ട്രമാണ് ഐസ്ലൻഡ്. ഒരു സ്കാൻഡിനേവിയൻ രാജ്യമായിട്ടാണ് ഐസ്ലൻഡിനെ കണക്കാക്കുന്നത്. 2024 മാർച്ച് മാസത്തിൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട രാജ്യവുമാണ് ഐസ്ലൻഡ്. അഗ്നിപർവ്വതത്തിൻ്റെ പേരായിരുന്നു റെയ്ക്യാനസ് എന്നായിരുന്നു പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതത്തിൻ്റെ പേര്. അപ്പോൾ ഐസ്ലൻഡിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതത്തിൻ്റെ പേരായിരുന്നു റെയ്ക്യാനസ്. അടുത്ത ചോദ്യം. പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിലെ പരമ്പരാഗത പരേഡിൽ പങ്കെടുക്കാൻ അനുമതി ലഭിക്കാത്ത രാജ്യങ്ങളാണ് റഷ്യ, ബെലാറസ് എന്നീ രാജ്യങ്ങൾ. പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിലെ പരമ്പരാഗത പരേഡിൽ പങ്കെടുക്കുവാൻ അനുമതി ലഭിക്കാത്ത രാജ്യങ്ങളാണ് റഷ്യയും ബെലാറസും എന്ന് ഓർത്തിരിക്കുക. ഏഷ്യയിലെ ഏറ്റവും വലിയ ടൂലിപ്പ് ഗാർഡനായ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ടൂലിപ്പ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ശ്രീനഗറിലാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ടൂലിപ്പ് ഗാർഡനായ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ടൂലിപ്പ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറങ്ങിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. ഡോക്ടർമാരിലും മെഡിക്കൽ വിദ്യാർത്ഥികളിലും വ്യാപകമാകുന്ന ആത്മഹത്യാ പ്രവണതയെ പ്രതിരോധിക്കാൻ IMA നടപ്പിലാക്കുന്ന ടെലി ഹെൽപ്പ് ലൈൻ പദ്ധതിയുടെ പേരാണ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്നത്. ഡോക്ടർമാരിലും മെഡിക്കൽ വിദ്യാർത്ഥികളിലും വ്യാപകമാകുന്ന ആത്മഹത്യാ പ്രവണതയെ പ്രതിരോധിക്കാൻ IMA നടപ്പിലാക്കുന്ന ടെലി ഹെൽപ്പ് ലൈൻ പദ്ധതിയുടെ പേരാണ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്നത്. അടുത്തത്. ചാറ്റ് GPTക്ക് ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോമാണ് ഗ്രോക്ക് എന്നത്. ചാറ്റ് GPTക്ക് ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് ഗ്രോക്ക് എന്നത്. ലോക ജലദിനം എന്നാണ്. ലോക ജലദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 22 മാർച്ച് 22 ലോക ജലദിനമായിട്ട് ആചരിക്കുന്നത്. 2024 ലോക ജലദിനത്തിൻ്റെ പ്രമേയം ജലം സമാധാനത്തിന് എന്നുള്ളതാണ്. ജലം സമാധാനത്തിന് എന്നുള്ളതാണ് 2024 ലോക ജലദിനത്തിൻ്റെ പ്രമേയമായിട്ടിരിക്കുന്നത്. വാട്ടർ ഫോർ പീസ് എന്നതാണ് 2024 ലോക ജലദിനത്തിൻ്റെ പ്രമേയമായി എടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം. 2024 മാർച്ചിൽ കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ഹെയ്ത്തി. ഈ ഹെയ്ത്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒഴിപ്പിക്കുന്നൊരു രക്ഷാദൗത്യം ഇപ്പോൾ നടന്നു വരികയാണ്. 2024 മാർച്ചിൽ കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹെയ്ത്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുവാനുള്ള രക്ഷാദൗത്യം ഉണ്ട്. ആ രക്ഷാദൗത്യത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഓപ്പറേഷൻ ഇന്ദ്രാവതി ഹെയ്ത്തിയിലാണ് നടക്കുന്നതെന്നും 2024 മാർച്ചിലെ കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ അവിടെ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി എന്നും മനസ്സിലാക്കുക.
അടുത്തത് വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസിക ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയുണ്ട്. ഈ പദ്ധതിയുടെ പേരാണ് മധുരം എന്ന് പറയുന്നത്. വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസിക ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മധുരം പദ്ധതി. മധുരം പദ്ധതി എന്ത് എന്ന് ചോദിച്ചാൽ വയോജനങ്ങളുടെ മാനസിക ആരോഗ്യം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ വാഹന പെർമിറ്റ്, പൊതുയോഗങ്ങൾ, അനൗൺസ്മെൻറ്റ് സമിതി തുടങ്ങിയ വിവിധ തരത്തിലുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായുള്ള പോർട്ടലിൻ്റെ പേരാണ് സുവിധ എന്ന് പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ വാഹന പെർമിറ്റ്, പൊതുയോഗങ്ങൾ, അനൗൺസ്മെൻറ്റ് അനുമതി തുടങ്ങിയ വിവിധ തരത്തിലുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായുള്ള പോർട്ടലിൻ്റെ പേരാണ് സുവിധ എന്ന് പറയുന്ന പോർട്ടൽ. 2024 മാർച്ചിൽ വിക്ഷേപിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നുള്ള സ്വകാര്യ റോക്കറ്റിൻ്റെ പേരാണ് അഗ്നിബാൺ എന്നത്. 2024 മാർച്ചിൽ വിക്ഷേപിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് ലോഞ്ച് പാഡിൽ നിന്നുള്ള സ്വകാര്യ റോക്കറ്റ് അഥവാ പ്രൈവറ്റ് റോക്കറ്റ് ആണ് അഗ്നിബാൺ എന്ന റോക്കറ്റ്. 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ വേദിയായി തിരഞ്ഞെടുക്കുന്നത് ഗുൽമാർഗാണ്. 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ വേദിയായി നിശ്ചയിച്ചിരിക്കുന്നത് ഗുൽമാർഗാണ്. 2024 ഏഷ്യൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലം ഡൽഹിയുമാണ്. 2024 ഏഷ്യൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഡൽഹിയാണ്. 96ാമത് ഓസ്കാർ അവാർഡ് 96ാമത് ഓസ്കാർ അവാർഡാണ് 2024. അപ്പോൾ 96ാമത് ഓസ്കാർ അവാർഡ് 96ാമത് ഓസ്കാർ അവാർഡ് 2024 പ്രഖ്യാപിച്ചിരിക്കുന്നത്. മികച്ച ചിത്രം ഓപ്പൺഹൈമർ എന്ന ചിത്രമാണ് 2024 എന്ന ചിത്രത്തിലെ 96ാമത് ഓസ്കാർ അവാർഡ് പ്രഖ്യാപിച്ചത് 2024. അപ്പോൾ 2024 പ്രഖ്യാപിച്ചത് 96ാമത് ഓസ്കാർ അവാർഡാണെന്നും ഇതിലെ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഓപ്പൺഹൈമർ ആണെന്നും മികച്ച സംവിധായകൻ്റെ പേര് ക്രിസ്റ്റഫർ നോളൻ എന്നാണെന്നും മികച്ച നടിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് എമ്മ സ്റ്റോൺ പക്ഷേ ഓപ്പൺഹൈമർ എന്ന ചിത്രത്തിലേത് അല്ല. എമ്മ സ്റ്റോണിൻ്റെ ചിത്രം പുവർ തിങ്സ് എന്നതായിരുന്നു. പുവർ തിങ്സ്. മികച്ച നടനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് കിലിയൻ മർഫിയെ ആണ്. കിലിയൻ മർഫി ഓപ്പൺഹൈമർ എന്ന ചിത്രത്തിൽ അഭിനയിച്ച ആ മികവിനാണ് മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈൽ, അതിൻ്റെ പേരാണ് അഗ്നി 5 എന്നത്. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈലിൻ്റെ പേരാണ് അഗ്നി 5. പരീക്ഷണത്തിന് നൽകിയിരിക്കുന്ന പേരായിരുന്നു മിഷൻ ദിവ്യാസ്ത്രം എന്നത്. പരീക്ഷണത്തിന് നൽകിയിരിക്കുന്ന പേര് മിഷൻ ദിവ്യാസ്ത്രം എന്നതാണ്. മിഷൻ ദിവ്യാസ്ത്രയ്ക്ക് നേതൃത്വം നൽകിയ മലയാളി വനിതയുടെ പേരാണ് ഷീന റാണി. മിഷൻ ദിവ്യാസ്ത്രയ്ക്ക് നേതൃത്വം നൽകിയ മലയാളി വനിതയുടെ പേരാണ് ഷീന റാണി. തിരുവനന്തപുരംകാരിയാണ് ഷീന റാണി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരങ്ങളിൽ മലയാള വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹയായത് ഡോക്ടർ പി കെ രാധാമണിയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരങ്ങളിൽ മലയാള വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹയായത് ഡോക്ടർ പി കെ രാധാമണിയാണ്. അടുത്തത് അമൃത പ്രീതത്തിൻ്റെ അക്ഷരോംഗി സായി എന്ന പുസ്തകം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തി കന്നഡ വിഭാഗത്തിലാണ് ഡോക്ടർ പി കെ രാധാമണി പുരസ്കാരം നേടിയിരിക്കുന്നത്. പരിഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പുരസ്കാരം ലഭിച്ച മലയാളിയാണ് ഡോക്ടർ കെ കെ ഗംഗാധരൻ എന്ന് പറയുന്നത്. പരിഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പുരസ്കാരം ലഭിച്ച മലയാളിയാണ് കെ കെ ഗംഗാധരൻ. മലയാളത്തിലെ വിവിധ എഴുത്തുകാരുടെ കഥകൾ കന്നഡയിലേക്ക് പരിഭാഷപ്പെടുത്തിയതിനാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. മലയാളത്തിലെ വിവിധ എഴുത്തുകാരുടെ കഥകൾ കന്നഡയിലേക്ക് പരിഭാഷപ്പെടുത്തിയതിനാണ് കെ കെ ഗംഗാധരനെ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പുരസ്കാര കൃതിയുടെ പേരാണ് മലയാളം കഥകളു എന്നാണ് പറയുന്നത്. മലയാളം കഥകളു എന്ന ആ ഒരു പുരസ്കാരം ലഭിച്ച കൃതിയുടെ പേരാണ് മലയാളം കഥകളു എന്നത്. അടുത്ത ചോദ്യം, 2024 മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ടവരി തുരങ്കപ്പാത ഏതാണ്? 2024 മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ടവരി തുരങ്കപ്പാത അരുണാചൽ പ്രദേശിലാണ്. ഈ ടണലിൻ്റെ പേരാണ് സെല ടണൽ എന്നത്. 2024 മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ടവരി തുരങ്കപ്പാതയുടെ പേരാണ് സെല ടണൽ. ഇത് അരുണാചൽ പ്രദേശിലാണ്. ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോഡിയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്പ് ഏത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇൻസ്റ്റാഗ്രാം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ആപ്പാണ് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത്. 2024 സന്തോഷ് ട്രോഫി വിജയികൾ ആരാണത്? സർവീസസ് ആണ് 2024 സന്തോഷ് ട്രോഫി വിജയികൾ. ഫൈനലിൽ ഗോവയെ പരാജയപ്പെടുത്തിയാണ് സർവീസസ് കിരീടം നേടിയിരിക്കുന്നത്. സർവീസസിൻ്റെ 7ാമത്തെ സന്തോഷ് ട്രോഫി കിരീടമാണ് ഇത്. അരുണാചൽ പ്രദേശിലെ യുപിയ ഗോൾഡൻ ജൂബിലി സ്റ്റേഡിയത്തിൽ ആയിരുന്നു
ഈ സന്തോഷ് ട്രോഫി മത്സരം നടത്തപ്പെട്ടത്. അരുണാചൽ പ്രദേശിലെ യുപിയ ഗോൾഡൻ ജൂബിലി സ്റ്റേഡിയത്തിലായിരുന്നു ഈ മത്സരം നടത്തപ്പെട്ടത്. അടുത്തത്, യൂറോപ്യൻ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട തത്തകളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗത്തിൻ്റെ പേരാണ് സിറ്റാക്കോസിസ് എന്ന തത്തപ്പനിയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട തത്തകളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ് സിറ്റാക്കോസിസ് തത്തപ്പനി എന്ന് പറയുന്ന രോഗം. അടുത്തത്, ക്ലവിഡോഫിലെ സിറ്റാക്കി എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ശ്വാസകോശ രോഗമാണ് പാരറ്റ് ഫീവർ എന്നത്. ക്ലവിഡോഫിലെ സിറ്റാക്കി എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ശ്വാസകോശ രോഗം ആണ് പാരറ്റ് ഫീവർ എന്നത്. 2024 മാർച്ചിൽ നിലവിൽ വന്ന അരുണാചൽ പ്രദേശിൽ 27ാമത് ജില്ലയാണ് ബൈച്ചം എന്ന് പറയുന്ന ജില്ല. 2024 മാർച്ചിൽ നിലവിൽ വന്ന അരുണാചൽ പ്രദേശിലെ 27ാമത്തെ ജില്ലയുടെ പേരാണ് ബൈച്ചം. പൗരത്വ നിയമത്തിലെ വിവാദമായ വ്യവസ്ഥകൾക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭയാണ് കേരളം. പൗരത്വ ഭേദഗതി നിയമത്തിലെ വിവാദമായ വ്യവസ്ഥകൾക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭയാണ് കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ 8 വരി എലവേറ്റഡ് ഹൈവേ എവിടെയാണത്? ദ്വാരക എക്സ്പ്രസ് വേ ആണ്. ഇന്ത്യയിലെ ആദ്യ 8 വരി എലവേറ്റഡ് ഹൈവേ നിലവിൽ വന്നത് ദ്വാരക എക്സ്പ്രസ് വേ ആണ്. ഡൽഹി വിമാനത്താവളത്തെയും ഗുരുഗ്രാം ബൈപ്പാസിനെയും ഇത് ബന്ധിപ്പിക്കുന്നു. ഡൽഹി വിമാനത്താവളത്തെയും ഗുരുഗ്രാം ബൈപ്പാസിനെയുമാണ് ഇത് ബന്ധിപ്പിക്കുന്നത്. പാകിസ്ഥാൻ്റെ എത്രാമത്തെ പ്രസിഡൻ്റായിട്ടാണ് ആസിഫ് അലി സർദാരി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ് അടുത്ത ചോദ്യം. പാകിസ്ഥാൻ്റെ 26ാമത് പ്രസിഡൻ്റായിട്ടാണ് ആസിഫ് അലി സർദാരി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ 14ാമത്തെ പ്രസിഡൻ്റായിട്ട് പാകിസ്ഥാൻ്റെ 14ാമത്തെ പ്രസിഡൻ്റായിട്ടാണ് ആസിഫ് അലി സർദാരി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ്. മാർച്ച് 13-ാം തീയതിയാണ് ലോക പുകയില വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്. ലോക പുകയില വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് മാസം 13-ാം തീയതിയാണ്. 2024 ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയമാണ് പുകയില വ്യവസായ ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്നത്. 2024 ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയമാണ് പുകയില വ്യവസായ ഇടപെടലിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കുക എന്നത്. ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ 7ാമത് ചെയർമാനായി ചുമതലയേറ്റ വ്യക്തിയുടെ പേരാണ് കിഷോർ മക്വാന എന്നത്. ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ 7ാമത് ചെയർമാനായി ചുമതലയേറ്റ വ്യക്തിയുടെ പേരാണ് കിഷോർ മക്വാന. 2024 ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിൻ്റണിൽ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയ ഇന്ത്യൻ സഖ്യമാണ് സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യം. 2024 ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയ ഇന്ത്യൻ സഖ്യത്തിൻ്റെ പേരാണ് സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യം. 2023 ഖേൽരത്ന പുരസ്കാര ജേതാക്കളാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡോർ അത്ലറ്റിക്സ് സെൻറ്റർ നിലവിൽ വരുന്നത്. അല്ലേ, ഈ പറയുന്ന സാത്വിക് സായി ചിരാഗ് ഷെട്ടി സഖ്യമാണ് 2023 ഖേൽരത്ന പുരസ്കാര ജേതാക്കളായിട്ടുള്ളത്. സാത്വിക് സായിരാജും ചിരാഗ് ഷെട്ടിയും അടക്കുന്ന സഖ്യമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡോർ അത്ലറ്റിക്സ് സെൻറ്റർ നിലവിൽ വരുന്നത് എവിടെയാണത്? ഭുവനേശ്വറിലാണ് നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡോർ അത്ലറ്റിക്സ് സെൻറ്റർ നിലവിൽ വരുന്നത് ഒഡീഷയിലെ ഭുവനേശ്വറിലാണ്. 2024 മാർച്ചിൽ പോർച്ചുഗൽ ഫാന്റാസ്പോർട്ടോ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടൊവിനോ തോമസ് ആണ്. 2024 മാർച്ച് പോർച്ചുഗലിൽ ഫാന്റാസ്പോർട്ടോ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ടൊവിനോ തോമസ് ആണ്. ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത അദൃശ്യജാലകങ്ങൾ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത അദൃശ്യജാലകങ്ങൾ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. വ്യോമാതിർത്തിയിലെത്തുന്ന ഡ്രോൺ പോലുള്ള നുഴഞ്ഞുകയറ്റങ്ങളെ വെടിവെച്ച് വീഴ്ത്താൻ UK പ്രതിരോധ സേന വികസിപ്പിച്ച അത്യാധുനിക ലേസർ ആയുധമാണ് ഡ്രാഗൺ ഫയർ എന്നത്. വ്യോമാതിർത്തിയിലെത്തുന്ന ഡ്രോൺ പോലെയുള്ള നുഴഞ്ഞുകയറ്റങ്ങളെ വെടിവെച്ച് വീഴ്ത്തുവാൻ UK പ്രതിരോധ സേന വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ലേസർ ആയുധത്തിൻ്റെ പേരാണ് ഡ്രാഗൺ ഫയർ. നയരൂപീകരണം കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വിവരശേഖരണം ഉൾപ്പെടുത്തി നീതി ആയോഗ് ആരംഭിച്ച പോർട്ടലിൻ്റെ പേരാണ് നീതി ഫോർ സ്റ്റേറ്റ്സ് എന്നത്. നയരൂപീകരണം കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വിവരശേഖരണം ഉൾപ്പെടുത്തിക്കൊണ്ട് നീതി ആയോഗ് ആരംഭിച്ച പോർട്ടലിൻ്റെ പേരാണ് നീതി ഫോർ സ്റ്റേറ്റ്സ് എന്നത്. 2024 മാർച്ച് പ്രകാരം 2024 മാർച്ച് മാസത്തെ റിപ്പോർട്ട് പ്രകാരം ICC ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റിൽ ഒന്നാമതുള്ള രാജ്യം ഏതാണ്? അത് ഇന്ത്യയാണ്. 2024 മാർച്ചിലെ റിപ്പോർട്ട് പ്രകാരം ICC ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റിലും ഒന്നാമതുള്ള രാജ്യമാണ് ഇന്ത്യ. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ആയിട്ട് ഇപ്പം നിലവിലുള്ള വ്യക്തിയുടെ പേരാണ് ചമ്പൈ സോറൻ എന്നാണ് പറയുന്നത്. ചമ്പൈ സോറനാണ് ജാർഖണ്ഡിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി. മെൻ്റൽ സ്റ്റേറ്റ് ഓഫ് വേൾഡ് റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തെ അസന്തുഷ്ട രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 11ാമതാണ്. മെൻ്റൽ സ്റ്റേറ്റ് ഓഫ് വേൾഡ് റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തെ അസന്തുഷ്ട രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്നത് 11ാമതാണ്.
100-ാം ടെസ്റ്റിൽ ഒരു ബൗളറുടെ മികച്ച ബൗളിംഗ് ഫിഗർ എന്ന നേട്ടം സ്വന്തമാക്കിയത് ആർ അശ്വിനാണ്. മുത്തയ്യ മുരളീധരൻ്റെ റെക്കോർഡാണ് ഇദ്ദേഹം സ്വന്തമാക്കിയത്. 100-ാം ടെസ്റ്റിൽ ഒരു ബൗളറുടെ മികച്ച ബൗളിംഗ് ഫിഗർ എന്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് ആർ അശ്വിനാണ്. അടുത്തത് ഹൈദരാബാദ് വിമോചന ദിനം എന്നാണ്. ഹൈദരാബാദ് വിമോചന ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 17 ഹൈദരാബാദ് വിമോചന ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 17 അടുത്ത ചോദ്യം, ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ താരം ആരാണ്? ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ താരമാണ് ആർ അശ്വിൻ. ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ താരമാണ് ആർ അശ്വിൻ. 2024 വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെൻറ്റ് ജേതാക്കൾ ആരാണ്? സർവീസസ് ആണ് 2024 സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെൻറ്റ് ജേതാക്കൾ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കളിച്ച് കിരീടം നേടിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിൽ അതിഥി തൊഴിലാളികൾക്കുള്ള ആദ്യത്തെ ഹെൽപ്പ് ഡെസ്ക് നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിൽ അതിഥി തൊഴിലാളികൾക്കുള്ള ആദ്യത്തെ ഹെൽപ്പ് ഡെസ്ക് നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്താണ്. കേരളത്തിൽ അതിഥി തൊഴിലാളികൾക്കുള്ള ആദ്യത്തെ ഹെൽപ്പ് ഡെസ്ക് നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്താണ്. സാക്ഷരതാ മിഷൻ നടത്തുന്ന ചങ്ങാതി പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഹെൽപ്പ് ഡെസ്കിൽ തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ നൽകുന്നുണ്ട്. കേരളത്തിൽ അതിഥി തൊഴിലാളികൾക്കുള്ള ആദ്യത്തെ ഹെൽപ്പ് ഡെസ്ക് സംവിധാനം നിലവിൽ വന്നത് ശ്രീകാര്യം തിരുവനന്തപുരം ജില്ലയിലാണ്. സാക്ഷരതാ മിഷൻ നടത്തുന്ന ചങ്ങാതി പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഹെൽപ്പ് ഡെസ്കിൽ തൊഴിലാളികൾക്ക് ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാകുന്നതാണ്. മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ മലയാള ചിത്രം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അത് മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. 2018 പ്രളയം എന്ന സിനിമയുടെ റെക്കോർഡാണ് ഇത് തകർത്തിരിക്കുന്നത്. 2018 പ്രളയം എന്ന പ്രമേയത്തെ ആസ്പദമാക്കി ചെയ്ത സിനിമയുടെ റെക്കോർഡാണ് ഇത് തകർക്കപ്പെട്ടത്. അടുത്തത്, ഗർഭഛിദ്രം നടത്താനുള്ള സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ ഭരണഘടനാപരമായിട്ട് അവകാശമാക്കിയ ആദ്യത്തെ രാജ്യമാണ് ഫ്രാൻസ്. ഗർഭഛിദ്രം നടത്താനുള്ള സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ ഭരണഘടനാപരമായ അവകാശമാക്കിയ ആദ്യ രാജ്യമാണ് ഫ്രാൻസ്. പുസ്തക വായനയ്ക്കും പത്രവായനയ്ക്കുമായിട്ട് സ്കൂളുകളിൽ പ്രത്യേക പീരിയഡ് ഏർപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. സ്കൂളുകളിൽ കുട്ടികൾക്ക് പുസ്തകങ്ങൾ വായിക്കുന്നതിനും പത്രം വായിക്കുന്നതിനുമായിട്ട് പ്രത്യേക പീരിയഡ് ഏർപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി KG ജ്യോതിർഘോഷ് രചിച്ച പുസ്തകമാണ് ഗുരു തിരിച്ചു വന്നപ്പോൾ എന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി KG ജ്യോതിർഘോഷ് രചിച്ച പുസ്തകമാണ് ഗുരു തിരിച്ചു വന്നപ്പോൾ എന്ന പുസ്തകം. 2024 മാർച്ചിൽ രാജസ്ഥാനിലെ പൊക്രാനിൽ നടന്ന ഇന്ത്യൻ കര, വ്യോമ, നാവികസേന അവയുടെ സംയുക്ത സൈനിക അഭ്യാസമാണ്, അതിൻ്റെ പേരാണ് ഭാരത് ശക്തി എന്നത്. 2024 മാർച്ചിൽ രാജസ്ഥാനിലെ പൊഖ്രാനിൽ നടന്ന ഇന്ത്യൻ കര, വ്യോമ, നാവിക സംയുക്ത സേനകൾ, കരസേനയുടെയും വ്യോമസേനയുടെയും നാവികസേനയുടെയും സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ് ഭാരത് ശക്തി എന്നത്. വിഖ്യാത കൊളംബിയൻ നോവലിസ്റ്റ് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിൻ്റെ അവസാനത്തെ നോവലിൻ്റെ പേരാണ് അൺടിൽ ഓഗസ്റ്റ്, ഓഗസ്റ്റ് വരെ. വിഖ്യാത കൊളംബിയൻ നോവലിസ്റ്റായ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിൻ്റെ അവസാനത്തെ നോവലിൻ്റെ പേരായിരുന്നു അൺടിൽ ഓഗസ്റ്റ് എന്നത്. 2024 ലോക വൃക്ക ദിനം 2024 ലോക വൃക്ക ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് മാസം 14 2024 ലോക വൃക്ക ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്, അത് മാർച്ച് മാസം 14 എല്ലാ വർഷവും മാർച്ചിലെ 2ാമത്തെ വ്യാഴാഴ്ചയാണ് ലോക വൃക്ക ദിനമായിട്ട് ആചരിച്ചു പോരുന്നത്. എല്ലാ വർഷവും മാർച്ചിലെ 2ാമത്തെ വ്യാഴാഴ്ചയാണ് ലോക വൃക്ക ദിനമായിട്ട് ആചരിച്ചു പോരുന്നത്. 2024 ലോക വൃക്ക ദിനത്തിൻ്റെ പ്രമേയമാണ് ആരോഗ്യമുള്ള വൃക്കകൾ എല്ലാവർക്കും എന്നത്. ആരോഗ്യമുള്ള വൃക്കകൾ എല്ലാവർക്കും എന്നത് 2024 ലോക വൃക്ക ദിനത്തിൻ്റെ പ്രമേയമാണ്. രോഗപ്രതിരോധം മുതൽ രോഗനിർണയം വരെ തുല്യ പരിരക്ഷണത്തിൻ്റെ ലഭ്യത എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ലോക വൃക്ക ദിനമായി ആചരിക്കുന്നത് എല്ലാ വർഷവും മാർച്ച് മാസത്തെ 2ാമത്തെ വ്യാഴാഴ്ചയാണ് ലോക വൃക്ക ദിനമായിട്ട് ആചരിക്കുന്നത്. 2024 ലോക വൃക്ക ദിനത്തിൻ്റെ പ്രമേയമാണ് ആരോഗ്യമുള്ള വൃക്കകൾ എല്ലാവർക്കും എന്നത്. രോഗപ്രതിരോധം മുതൽ രോഗനിർണയം വരെ തുല്യ പരിരക്ഷണത്തിൻ്റെ ലഭ്യത എല്ലാവർക്കും ഉറപ്പുവരുത്തുക എന്നതാണ് ലക്ഷ്യം. 2023 UN-ന്റെ സുസ്ഥിര വികസന ലക്ഷ്യസൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 112 എന്നാണ് 2023 UN-ന്റെ സുസ്ഥിര വികസന ലക്ഷ്യസൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് 112. 166 രാജ്യങ്ങൾക്ക് ഇടയിലാണ് പഠനം നടത്തിയത്. 1-ാം സ്ഥാനത്തുള്ളത് ഫിൻലൻഡാണ്. 166 രാജ്യങ്ങൾക്കിടയിലാണ് പഠനം നടത്തിയത്. 1-ാം സ്ഥാനത്തുള്ളത് ഫിൻലൻഡാണ്. 2024 മുംബൈയിൽ നടന്ന 71ാമത് സൗന്ദര്യ മത്സരത്തിൽ ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ക്രിസ്ത്യാന പിസ്കോവയാണ്. 2024 മുംബൈയിൽ നടന്ന 71ാമത് സൗന്ദര്യ മത്സരത്തിൽ ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ക്രിസ്ത്യാന പിസ്കോവയാണ്.
2024 മാർച്ചിൽ ഇന്ത്യയുടെ പുതിയ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളിയുടെ പേരാണ് AS രാജീവ്. കോട്ടയം സ്വദേശിയാണ് AS രാജീവ്. 2024 മാർച്ചിൽ ഇന്ത്യയുടെ പുതിയ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളിയുടെ പേരാണ് AS രാജീവ്. ഇദ്ദേഹം കോട്ടയം സ്വദേശിയാണ്. ഇന്ത്യയുടെ മുഖ്യ വിജിലൻസ് കമ്മീഷണർ ആര് എന്നതാണ് ചോദ്യം. ഇന്ത്യയുടെ മുഖ്യ വിജിലൻസ് കമ്മീഷണർ പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ്. പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ് ഇന്ത്യയുടെ മുഖ്യ വിജിലൻസ് കമ്മീഷണർ. മുംബൈ ഇത്തവണ രഞ്ജി ട്രോഫി കിരീടം സ്വന്തമാക്കി. ക്രിക്കറ്റ് കിരീടമാണ് രഞ്ജി ട്രോഫി. ഇത് മുംബൈക്ക് ലഭിക്കുന്നത് 42ാമത് തവണയാണ്. 42ാമത് തവണയാണ് മുംബൈ രഞ്ജി ട്രോഫി സ്വന്തമാക്കുന്നത്. ചന്ദ്രനിൽ നിന്ന് പാറക്കഷണങ്ങളും മണ്ണും ശാസ്ത്രീയ പഠനങ്ങൾക്കായി ഭൂമിയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ജപ്പാനുമായി സഹകരിച്ച് ISRO നടപ്പിലാക്കാൻ ഒരുങ്ങുന്നൊരു ദൗത്യമുണ്ട്. ഈ ദൗത്യത്തിൻ്റെ പേരാണ് ലൂപ്പക്സ് എന്നാണ് ദൗത്യത്തിൻ്റെ പേര്. ചന്ദ്രനിൽ നിന്ന് പാറക്കഷണങ്ങളും മണ്ണും ശാസ്ത്രീയമായി പഠനങ്ങൾക്കായിട്ട് ഭൂമിയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ജപ്പാനുമായി സഹകരിച്ചുകൊണ്ട് ISRO നടപ്പിലാക്കുന്ന ഒരു ദൗത്യമുണ്ട്. ദൗത്യത്തിൻ്റെ പേരാണ് ലൂപ്പക്സ് എന്നാണ് ദൗത്യം. ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കിയ രാജ്യമാണ് മഹാരാഷ്ട്ര. എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനമേത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നതാണ് കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കേരളത്തിലാണ്, കോഴിക്കോട് ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വിധവ പുനർവിവാഹ പദ്ധതി നടപ്പിലാക്കുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഇന്ത്യയിൽ ആദ്യമായി വിധവ പുനർവിവാഹ പദ്ധതി നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് നിലവിൽ വരുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് നിലവിൽ വരുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ബില്ലിലൂടെ പാസാക്കിയ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ബില്ലിലൂടെ പാസാക്കിയ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം, ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് സംസ്ഥാനം. സ്വതന്ത്ര ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനവും ഉത്തരാഖണ്ഡാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനവും ഉത്തരാഖണ്ഡാണ്. ഗോവയിൽ നിന്ന് നമ്മൾ പഠിക്കുമെങ്കിലും ഗോവയിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഏകീകൃത സിവിൽ കോഡ് അല്ല നിലവിലുള്ളത്. അത് പോർച്ചുഗീസുകാരുടെ ഭരണ കാലഘട്ടത്തിലുണ്ടായിരുന്ന സിവിൽ കോഡ് തന്നെയാണ് അവിടെയുള്ളത്. പൗരത്വ ഭേദഗതി ബിൽ 2019 പ്രകാരം ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെയാണ് പരിഗണിക്കുന്നത്? പൗരത്വ ഭേദഗതി ബിൽ 2019 പ്രകാരം പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും വരുന്ന കുടിയേറ്റക്കാർക്കാണ് പരിഗണന നൽകുന്നത്. ഹരിയാന മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റ വ്യക്തിയുടെ പേരാണ് നയാബ് സിംഗ് സൈനി. നയാബ് സിംഗ് സൈനിയാണ് ഹരിയാന മുഖ്യമന്ത്രിയായി അധികാരമേറ്റത്. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ഡ്രോണുകൾ ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരാണ് നമോ ഡ്രോൺ ദീദി എന്നത്. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ഡ്രോണുകൾ ലഭ്യമാക്കുന്ന പുതിയ പദ്ധതിയുടെ പേരാണ് നമോ ഡ്രോൺ ദീദി എന്നത്. 2024 ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപാന പുരസ്കാര ജേതാവാണ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി. 2024 ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപാന പുരസ്കാര ജേതാവിൻ്റെ പേരാണ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി. ലോക ഉപഭോക്തൃ അവകാശ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 15 ലോക ഉപഭോക്തൃ അവകാശ ദിനമായി ആചരിക്കുന്നത് മാർച്ച് മാസം 15 2024 ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിൻ്റെ പ്രമേയമാണ് ഉപഭോക്താക്കൾക്കുള്ള ന്യായവും ഉത്തരവാദിത്വമുള്ളതുമായ AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഉപഭോക്താക്കൾക്കുള്ള ന്യായവും ഉത്തരവാദിത്വമുള്ളതുമായ AI എന്നതാണ് 2024 ലോക ഉപഭോക്തൃ അവകാശ ദിന പ്രമേയം. വനിതകൾക്ക് കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ട് നഗര കേന്ദ്രീകൃതമായി വിവിധ സേവനങ്ങൾ നൽകാൻ കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയാണ് ക്വിക്ക് സെർവ് എന്നത്. വനിതകൾക്ക് കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ടുകൊണ്ട് നഗര കേന്ദ്രീകൃതമായി വിവിധ സേവനങ്ങൾ നൽകാനായി കുടുംബശ്രീ ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതിയുടെ പേരാണ് ക്വിക്ക് സെർവ് എന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ എലൈറ്റ് ഫോഴ്സ് ആരംഭിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ എലൈറ്റ് ഫോഴ്സ് ആരംഭിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ എലൈറ്റ് ഫോഴ്സ് ആരംഭിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. മാന്നാർ ഉൾക്കടലിലെയും പാക് ഉൾക്കടലിലെയും സമുദ്ര സമ്പത്തും സമുദ്ര ജൈവ വൈവിധ്യവും സംരക്ഷിക്കുന്നതിനായി രാമനാഥപുരം ജില്ലയിലാണ് തമിഴ്നാട് മറൈൻ എലൈറ്റ് ഫോഴ്സ് ആരംഭിച്ചിരിക്കുന്നത്. മാന്നാർ ഉൾക്കടലിലെയും പാക് ഉൾക്കടലിലെയും സമുദ്ര സമ്പത്തും സമുദ്ര ജൈവ വൈവിധ്യവും സംരക്ഷിക്കുന്നതിനായി
രാമനാഥപുരം ജില്ലയിലാണ് തമിഴ്നാട് മറൈൻ എലൈറ്റ് ഫോഴ്സ് ആരംഭിച്ചിരിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ തലയിൽ ആവരണമുള്ള പുതിയ ഇനം കടൽ ഒച്ചിൻ്റെ പേരാണ് മെലനോ ക്ലാമിസ് ദ്രൗപദി എന്നത്. ബംഗാൾ ഉൾക്കടലിൽ നിന്നും സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ തലയിൽ ആവരണമുള്ള പുതിയ ഇനം കടൽ ഒച്ചിൻ്റെ പേരാണ് മെലാനോ ക്ലാമിസ് ദ്രൗപദി എന്നത്. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനോടുള്ള ബഹുമാനാർത്ഥമാണ് ഒച്ചിന് മെലനോ ക്ലാമിസ് ദ്രൗപദി എന്ന പേര് നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനോടുള്ള ബഹുമാനാർത്ഥമാണ് ഒച്ചിന് മെലനോ ക്ലാമിസ് ദ്രൗപദി എന്ന പേര് നൽകിയിരിക്കുന്നത്. 2024 മാർച്ചിൽ ആദ്യമായി എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗമാണ് ലൈം രോഗം. 2024 മാർച്ചിൽ ആദ്യമായി എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗമാണ് ലൈം രോഗം. 2024 മാർച്ചിൽ ആദ്യമായി എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗമാണ് ലൈം രോഗം. ബോറേലിയ ബെർഗ്ഡോർഫെറി എന്ന ബാക്ടീരിയയാണ് ലൈം രോഗത്തിൻ്റെ ബാക്ടീരിയ ആയി കണക്കാക്കപ്പെടുന്നത്. ബൊറേലിയ ബെർഗ്ഡോർഫെറി എന്ന ബാക്ടീരിയ ആണ് ഈ ലൈം രോഗം എന്ന ബാക്ടീരിയ എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമാണ് തളിപ്പറമ്പ്. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമാണ് തളിപ്പറമ്പ്. 2024 വേൾഡ് റെക്കോർഡ്സ് യൂണിയൻ്റെ അംഗീകാരം ലഭിച്ച പദ്ധതിയുടെ പേരാണ് സ്നേഹാരാമം പദ്ധതി. 2024 വേൾഡ് റെക്കോർഡ്സ് യൂണിയൻ്റെ അംഗീകാരം ലഭിച്ച പദ്ധതിയാണ് സ്നേഹാരാമം പദ്ധതി. മാലിന്യമുക്ത നവകേരളം എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി NSSഉം ശുചിത്വ മിഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത്. മാലിന്യമുക്ത നവകേരളം എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി NSSഉം ശുചിത്വ മിഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് സ്നേഹാരാമം പദ്ധതി. 2024 മാർച്ചിൽ രാജിവെച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേരാണ് അരുൺ ഗോയൽ. 2024 മാർച്ച് മാസത്തിൽ രാജിവെച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേരാണ് അരുൺ ഗോയൽ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ജ്ഞാനേഷ് കുമാർ, സുഖ്വീർ സിംഗ് സന്ധു എന്നിവരെയാണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ജ്ഞാനേഷ് കുമാർ, സുഖ്വീർ സിംഗ് സന്ധു എന്നിവരെയാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ്. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ 2023-24 മാനവ വികസന സൂചിക പ്രകാരം 2022 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 134ആണ്. 2023-24 മാനവ വികസന സൂചിക പ്രകാരം 2022 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 134ാമതാണ്. 193 രാജ്യങ്ങളുടെ ഇടയിലാണ് ഇന്ത്യ 134ാമത്തെ സ്ഥാനത്തെത്തിയിരിക്കുന്നത്. സ്വിറ്റ്സർലൻഡാണ് 1-ാം സ്ഥാനത്തുള്ളത്, 2-ാം സ്ഥാനത്ത് നോർവേയും 3-ാം സ്ഥാനത്ത് ഐസ്ലൻഡുമാണ്. UNDPയുടെ 2023-24 ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് പ്രകാരം മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് 134 എന്നത്. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിൻറ്റഡ് മസ്ജിദ് നിലവിൽ വരുന്ന രാജ്യമാണ് സൗദി അറേബ്യ. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിൻറ്റഡ് മസ്ജിദ് നിലവിൽ വരുന്ന രാജ്യമാണ് സൗദി അറേബ്യ. 2024 മാർച്ചിൽ ആരംഭിച്ച ഇന്ത്യ അമേരിക്ക സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ് സീ ഡിഫൻഡേഴ്സ് എന്നത്. 2026 മാർച്ചിൽ ആരംഭിച്ച ഇന്ത്യ അമേരിക്ക സംയുക്ത സൈനിക അഭ്യാസമാണ് സീ ഡിഫൻഡേഴ്സ് 2024 എന്നത്. ഇതിൻ്റെ വേദിയായി നിശ്ചയിച്ചിരിക്കുന്നത് പോർട്ട് ബ്ലെയർ ആണ്. ഇന്ത്യ അമേരിക്ക സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ വേദിയായി നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലം പോർട്ട് ബ്ലെയർ ആണ്. സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ് സീ ഡിഫൻഡേഴ്സ് എന്നത്. US-ൻ്റെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യമായ നാറ്റോയിൽ ചേരുന്ന 24ാമത്തെ രാജ്യമാണ് സ്വീഡൻ. US-ൻ്റെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യമായ നാറ്റോയിൽ ചേരുന്ന 24ാമത്തെ രാജ്യമാണ് സ്വീഡൻ. ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ തലവനായ മലയാളിയുടെ പേരാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ തലവനായ മലയാളിയുടെ പേരാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. 2023 ഇന്ത്യയിൽ ഏറ്റവുമധികം കാലാവസ്ഥാ വ്യതിയാനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് കേരളം. 2023 ഇന്ത്യയിൽ ഏറ്റവുമധികം കാലാവസ്ഥാ വ്യതിയാനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യത്തെ ജില്ലയാണ് വയനാട്. ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ലയാണ് വയനാട് ജില്ല. സ്ത്രീകളിൽ സ്തനാർബുദം വർദ്ധിക്കുന്നത് നേരത്തെ സ്ക്രീനിംഗ് ചെയ്യുന്നതിനും കണ്ടെത്തുന്നതിനും സവേര പദ്ധതിക്ക് തുടക്കം കുറിച്ച സംസ്ഥാനമാണ് ഹരിയാന എന്ന സംസ്ഥാനം. സ്ത്രീകളിൽ സ്തനാർബുദം വർദ്ധിക്കുന്നത് നേരത്തെ സ്ക്രീൻ ചെയ്യുന്നതിനും കണ്ടെത്തുന്നതിനുമായിട്ട് സവേര എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ച സംസ്ഥാനമാണ് ഹരിയാന.
നാറ്റോയിൽ അംഗമായ 31ാമത്തെ രാജ്യമാണ് ഇന്ത്യ. നാറ്റോയിൽ അംഗത്വമെടുത്ത 31ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഫിൻലൻഡാണ് ഈ പറയുന്ന നാറ്റോയിൽ അംഗത്വമെടുത്ത 31ാമത്തെ രാജ്യം ഏത് എന്ന ചോദ്യമാണ്. ഫിൻലൻഡ് എന്ന രാജ്യമാണ്, ഇന്ത്യയല്ല. അതൊരു ക്ഷമാപണം നടത്തുന്നു. നാറ്റോയിൽ അംഗമായ 31ാമത്തെ രാജ്യമാണ് ഫിൻലൻഡ്. 2023 ഫിൻലൻഡ് നാറ്റോയിൽ അംഗമായത്. അടുത്ത അന്താരാഷ്ട്ര വനിതാ ദിനം എന്നുള്ളതാണ് ചോദ്യം. അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് മാസം 8 അന്താരാഷ്ട്ര വനിതാ ദിനം. അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് മാസം 8 ആചരിക്കുന്നത്. 2024 അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ പ്രമേയം സ്ത്രീകൾക്കായിട്ട് നിക്ഷേപിക്കുക, പുരോഗതിയെ ത്വരിതപ്പെടുത്തുക എന്നുള്ളതാണ്. സ്ത്രീകൾക്കായിട്ട് നിക്ഷേപിക്കുക, പുരോഗതിയെ ത്വരിതപ്പെടുക. ഇൻവെസ്റ്റ് ഇൻ വുമൺ, ആക്സലറേറ്റ് പ്രോഗ്രസ്. സ്ത്രീകൾക്കായി നിക്ഷേപിക്കുക, പുരോഗതിയെ ത്വരിതപ്പെടുത്തുക. ഇൻവെസ്റ്റ് ഇൻ വുമൺ, ആക്സലറേറ്റ് പ്രോഗ്രസ് എന്നതാണ് 2024 അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ പ്രമേയം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് ജില്ലാ ഭരണകൂടങ്ങൾ നടപ്പിലാക്കുന്നൊരു ക്യാമ്പയിനുണ്ട്. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടങ്ങൾ നടപ്പിലാക്കുന്ന ആ ക്യാമ്പയിനാണ് നെല്ലിക്ക എന്ന് പറയുന്നത്. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടങ്ങൾ നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ്റെ പേരാണ് നെല്ലിക്ക എന്നത്. സിക്കിമിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് റാങ്പോ എന്ന സ്ഥലത്താണ്. സിക്കിമിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് റാങ്പോ എന്ന സ്ഥലത്താണ്. സിക്കിമിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് റാങ്പോ എന്ന സ്ഥലത്താണ്. ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ നിലവിൽ വരുന്നത് കൊൽക്കത്തയിലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ നിലവിൽ വരുന്നത് കൊൽക്കത്തയിലാണ്. ഇത് ഹൂഗ്ലി നദിയിലാണ് ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ നിലവിൽ വരുന്നത്. 2024 വനിതാ ദിനത്തിൽ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത എഴുത്തുകാരിയുടെ പേരാണ് സുധാമൂർത്തി. 2024 വനിതാ ദിനത്തിൽ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത എഴുത്തുകാരിയുടെ പേരാണ് സുധാമൂർത്തി. കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ OTT പ്ലാറ്റ്ഫോമാണ് സി സ്പേസ് എന്നത്. കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ OTT പ്ലാറ്റ്ഫോമാണ് സി സ്പേസ് എന്നത്. വന്യജീവി ആക്രമണം പ്രത്യേക ദുരന്തമായിട്ട് പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. വന്യജീവി ആക്രമണം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. 2024 ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരുടെ പേരാണ് അമിതാവ് ഘോഷ്. 2024 ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് അമിതാവ് ഘോഷ്. 2024 ലോക വ്യാപാര സംഘടനയിൽ അംഗമായ പുതിയ രാജ്യങ്ങളാണ് ടൈമൂർ ലെസ്റ്റെ കൊറോമോസ് എന്നത്. തിമൂർ ലെസ്റ്റെ കൊമോറസ് എന്നതുവരെയാണ് 2024 ലോക വ്യാപാര സംഘടനയിൽ അംഗമായ പുതിയ രാജ്യങ്ങളെന്ന് പറയുന്നത്. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. 2024 G20 ഉച്ചകോടി നടക്കുന്നത് ബ്രസീലിലാണ്. 2025 G20 ഉച്ചകോടി നടക്കുന്നത് ബ്രസീലിൽ ആണ്. 2023 G20 ഉച്ചകോടിയുടെ വേദി ഇന്ത്യ ആയിരുന്നു. ലോകായുക്ത ഓർഡിനൻസ് ബില്ലിന് പ്രസിഡന്റ് അംഗീകാരം നൽകിയത് 2024 ഫെബ്രുവരി 28 ലോകായുക്ത ഓർഡിനൻസ് ബില്ലിന് പ്രസിഡന്റ് അംഗീകാരം നൽകിയത് 2024 ഫെബ്രുവരി 28 ഇന്ത്യയിൽ പൊതു സ്വകാര്യ മേഖലകളിൽ നിർമ്മിത ബുദ്ധി പ്രോത്സാഹിപ്പിക്കുവാനും ഉയർന്ന നിലവാരമുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പ്യൂട്ടിംഗ് എക്കോസിസ്റ്റം നിർമ്മിക്കുവാനുമായുള്ള പുതിയ പദ്ധതിയുടെ പേരാണ് ഇന്ത്യ AI മിഷൻ എന്നത്. ഇന്ത്യയിൽ പൊതു സ്വകാര്യ മേഖലകളിൽ നിർമ്മിത ബുദ്ധി പ്രോത്സാഹിപ്പിക്കുവാനും ഉയർന്ന നിലവാരമുള്ള AI കമ്പ്യൂട്ടിംഗ് ഇക്കോസിസ്റ്റം നിർമ്മിക്കുവാനുമായുള്ള പുതിയ പദ്ധതിയുടെ പേരാണ് AI മിഷൻ എന്നത്. AI മിഷൻ. 2023 UN സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 112 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആണ് സുസ്ഥിര വികസന ലക്ഷ്യ സൂചിക എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2023 UN സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 112 ഇന്ത്യയുടെ ജൻ ഔഷധി പദ്ധതിയുടെ ഭാഗമാകുന്ന ആദ്യ വിദേശ രാജ്യമാണ് മൗറീഷ്യസ്. ഇന്ത്യയുടെ ജൻ ഔഷധി പദ്ധതിയുടെ ഭാഗമാകുന്ന ആദ്യ വിദേശ രാജ്യമാണ് മൗറീഷ്യസ്. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പ് നൽകുന്ന സ്ത്രീ ശാക്തീകരണ രംഗത്തെ പ്രത്യേക പുരസ്കാരം ലഭിച്ചത് കുടുംബശ്രീക്കാണ്. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പ് നൽകുന്ന സ്ത്രീ ശാക്തീകരണ രംഗത്തെ പ്രത്യേക പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കുടുംബശ്രീക്കാണ്. ലോക വ്യാപാര സംഘടനയുടെ 13ാമത് മന്ത്രിതല സമ്മേളന വേദിയാണ് അബുദാബി. ലോക വ്യാപാര സംഘടനയുടെ 13ാമത് മന്ത്രിതല സമ്മേളന വേദിയാണ് അബുദാബി. അബുദാബിയിലാണ് ലോക വ്യാപാര സംഘടനയുടെ 13ാമത് മന്ത്രിതല സമ്മേളനം നടക്കുന്നത്.
അമിതഭാരം കയറ്റുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിനായി സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ഓവർലോഡ് എന്നത്. അമിതഭാരം കയറ്റുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിനായി സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ഓവർലോഡ് എന്നത്. മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമാന കമ്പനിയാണ് ഫ്ലൈ 91 എന്നത്. മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമാന കമ്പനിയാണ് ഫ്ലൈ 91. വന്യജീവി സംരക്ഷണത്തിനും പരിപാലനത്തിനുമായി റിലയൻസ് ഫൗണ്ടേഷൻ ആരംഭിച്ച പദ്ധതി. വന്യജീവി സംരക്ഷണത്തിനും പരിപാലനത്തിനുമായി റിലയൻസ് ഫൗണ്ടേഷൻ ആരംഭിച്ച പദ്ധതിയാണ് വൻതാര എന്നത്. വന്യജീവി സംരക്ഷണത്തിനും പരിപാലനത്തിനുമായി റിലയൻസ് ഫൗണ്ടേഷൻ ആരംഭിച്ച പദ്ധതിയാണ് വൻതാര എന്ന പദ്ധതി. ലോക വന്യജീവി ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് മാസം 3-ാം തീയതിയാണ്. ലോക വന്യജീവി ദിനമായി ആചരിക്കുന്നത് മാർച്ച് മാസം 3-ാം തീയതിയാണ്. 2024 ലോക വന്യജീവി ദിനത്തിൻ്റെ പ്രമേയം എന്ത്? 2024 ലോക വന്യജീവി ദിനത്തിൻ്റെ പ്രമേയമാണ് ജനങ്ങളെയും ഗ്രഹങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കൽ. സംരക്ഷണത്തിന് ഡിജിറ്റൽ നവീകരണം പര്യവേഷണം ചെയ്യുക എന്നത്. ജനങ്ങളെയും ഗ്രഹങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കൽ, സംരക്ഷണത്തിൽ ഡിജിറ്റൽ നവീകരണം പര്യവേഷണം ചെയ്യുക എന്നിവയാണ് 2024 ലോക വന്യജീവി ദിനത്തിൻ്റെ പ്രമേയം. ജലാഭിവൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത 6 നദികളിൽ കേരളത്തിൽ നിന്നുള്ള നദിയാണ് പെരിയാർ. ജലാഭിവൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത 6 നദികളിൽ കേരളത്തിൽ നിന്നുള്ള നദിയാണ് പെരിയാർ നദി. മറ്റ് നദികൾ കാവേരി, കൃഷ്ണ, മഹാനദി, ഗോദാവരി, നർമ്മദ എന്നിവയാണ്. ജലാഭിവൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത 6 നദികളിൽ കേരളത്തിൽ നിന്നുള്ള നദിയാണ് പെരിയാർ. മറ്റ് നദികളിൽ കാവേരി, കൃഷ്ണ, മഹാനദി, കാവേരി, കൃഷ്ണ, മഹാനദി, നർമ്മദ, ഗോദാവരി എന്നിവയാണ് ഉള്ളത്. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരമാണ് കൊച്ചി. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരമാണ് കൊച്ചി. 2024 മാർച്ചിൽ പാകിസ്ഥാൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് ഷഹബാസ് ഷെരീഫാണ്. 2024 മാർച്ചിൽ പാകിസ്ഥാൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് ഷഹബാസ് ഷെരീഫാണ്. 2024 മാർച്ചിൽ പാകിസ്ഥാൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത്. ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ. ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലാണ് ഓർഡർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓർഡർ. ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലിൻ്റെ പേരാണ് ഓർഡർ എന്ന് പറയുന്നത്. ദേശീയ സുരക്ഷാ ദിനമാണ് മാർച്ച് 4. അപ്പോൾ മാർച്ച് 4 ദേശീയ സുരക്ഷാ ദിനമാണ്. ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലിൻ്റെ പേരാണ് ഓർഡർ. ദേശീയ സുരക്ഷാ ദിനം മാർച്ച് 4-നാണ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2027 വേദിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ബെയ്ജിംഗ് ആണ്, ചൈനയാണ്. ഇപ്പോൾ ചൈനയിലെ ബെയ്ജിങ്ങിനെയാണ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2027 വേദിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ വനിതാരത്ന പുരസ്കാരങ്ങൾ 2024 ലഭിച്ചത് കായിക മേഖലയിൽ നിന്നും ട്രീസ ജോളിക്കാണ്. സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ വനിതാരത്ന പുരസ്കാരങ്ങൾ 2024 കായിക മേഖലയിൽ നിന്നും ലഭിച്ചത് ട്രീസ ജോളിക്കാണ്. ബാഡ്മിൻ്റൺ താരമാണ് ട്രീസ ജോളി. സാമൂഹ്യ സേവനത്തിന് വിജി പെൺകുട്ടനാണ് ലഭിച്ചിരിക്കുന്നത്. സാമൂഹ്യ സേവനത്തിനുള്ള വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ വനിതാരത്ന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് വിജി പെൺകുട്ടനാണ്. വിദ്യാഭ്യാസ ശാസ്ത്ര സാങ്കേതിക മേഖലയിലുള്ള സംഭാവനയ്ക്ക് ലഭിച്ചിരിക്കുന്നത് അന്നപൂർണി സുബ്രഹ്മണ്യത്തിനാണ്. അന്നപൂർണി സുബ്രഹ്മണ്യമാണ്. വിദ്യാഭ്യാസ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നിന്നും പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അന്നപൂർണി സുബ്രഹ്മണ്യത്തിനാണ്. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ജീവിത വിജയം നേടിയവരുടെ മേഖലയിൽ നിന്ന് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്ന ജിലു മോൾ മാരിയറ്റ് തോമസിനാണ്. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ജീവിത വിജയം നേടിയവരുടെ മേഖലയിൽ നിന്ന് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ജിലു മോൾ മാരിയറ്റ് തോമസിനാണ്. കൈകൾ ഇല്ലാതെ കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ ഏഷ്യയിലെ ആദ്യ വനിത ജിലു മോൾ മാരിയറ്റ് തോമസ് ആണ്. കൈകൾ ഇല്ലാതെ കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ ഏഷ്യയിലെ ആദ്യ വനിത ജിലു മോൾ മാരിയറ്റ് തോമസ് ആണ്. 2024 മാർച്ചിൽ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരമാണ് ഷഹബാസ് നദീം. 2024 മാർച്ചിൽ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരത്തിൻ്റെ പേരാണ് ഷഹബാസ് നദീം. അടുത്തിടെ റഷ്യ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ലോക ചെസ് മുൻ ചാമ്പ്യനായിരുന്ന പേരാണ് ഗാരി കാസ്പറോവാണ്. അടുത്തിടെ റഷ്യ ഭീകരന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ മുൻ ലോക ചെസ് ചാമ്പ്യനാണ് ഗാരി കാസ്പറോവ്. ഇന്ത്യയിലെ ഗണിതശാസ്ത്രജ്ഞനായ സംഗമഗ്രാമ മാധവൻ്റെ പേരിൽ ഗണിതശാസ്ത്ര പഠന കേന്ദ്രം സ്ഥാപിക്കുന്നത് ഇരിങ്ങാലക്കുടയിലെ കല്ലേറ്റുങ്കര എന്ന സ്ഥലത്താണ്. ഇന്ത്യയിലെ പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനായിരുന്ന സംഗമ ഗ്രാമ മാധവൻ്റെ
പേരിൽ ഗണിതശാസ്ത്ര പഠന കേന്ദ്രം ആരംഭിക്കുന്നത് ഇരിങ്ങാലക്കുടയിലെ കല്ലേറ്റുംകര എന്ന സ്ഥലത്താണ്. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ഭേദഗതി പ്രകാരം തെരഞ്ഞെടുപ്പിൽ തപാൽ വോട്ട് സൗകര്യം ലഭ്യമാകുന്ന പ്രായം 85 വയസ്സാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ഭേദഗതി പ്രകാരം തെരഞ്ഞെടുപ്പിൽ തപാൽ വോട്ട് സൗകര്യം ലഭ്യമാകുന്ന പ്രായം 85 വയസ്സാണ്. കേരളത്തിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള ഏറ്റവും വലിയ കെട്ടിട നിർമ്മാണ പദ്ധതി നിലവിൽ വരുന്നത് കൊച്ചിയിൽ മറൈൻ ഡ്രൈവിലാണ്. കേരളത്തിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള ഏറ്റവും വലിയ കെട്ടിട നിർമ്മാണ പദ്ധതി നിലവിൽ വരുന്നത് കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലാണ്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുവാൻ ആരംഭിച്ച ആപ്പിൻ്റെ പേരാണ് ഹരിതമിത്രം എന്നത്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ആരംഭിച്ച ആപ്പിൻ്റെ പേരാണ് ഹരിതമിത്രം എന്ന ആപ്പാണ്. ഇന്ത്യയിലെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് ബീഹാറിലെ പാറ്റ്നയിലാണ്. ഇന്ത്യയിലെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് ബീഹാറിലെ പാറ്റ്നയിലാണ്. സുസ്ഥിര ടൂറിസം, ഉത്തരവാദിത്ത ടൂറിസം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്വദേശി ദർശൻ വെർഷൻ 2 എന്നത്. സുസ്ഥിര ടൂറിസം, ഉത്തരവാദിത്ത ടൂറിസം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്വദേശി ദർശൻ 2.0 എന്നത്. പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് കുമരകം, ബേപ്പൂർ എന്നിവയാണ്. പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് കുമരകം, ബേപ്പൂർ എന്നീ പ്രദേശങ്ങളെയാണ്. ഹജ്ജ് തീർത്ഥാടകർക്കായിട്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചൊരു ആപ്പുണ്ട്. ആപ്പിൻ്റെ പേരാണ് ഹജ്ജ് സുവിധ ആപ്പ്. ഹജ്ജ് തീർത്ഥാടകർക്കായിട്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ആപ്പിൻ്റെ പേരാണ് ഹജ്ജ് സുവിധ ആപ്പ് എന്നത്. 2024 മാർച്ച് മാസത്തിൽ ലക്ഷദ്വീപിലെ മിനിക്കോയിൽ ഇന്ത്യ സ്ഥാപിച്ച നാവിക താവളമാണ് INS ജഡായു. ഇത് കമ്മീഷൻ ചെയ്തിരിക്കുന്നത് അഡ്മിറൽ R ഹരികുമാറാണ്. 2024 മാർച്ച് മാസത്തിൽ ലക്ഷദ്വീപിലെ മിനിക്കോയിൽ ഇന്ത്യ സ്ഥാപിച്ച നാവികത്താവളമായ INS ജഡായു കമ്മീഷൻ ചെയ്തത് അഡ്മിറൽ R ഹരികുമാറാണ്. ഇദ്ദേഹം നാവികസേന മേധാവിയാണ്. അഡ്മിറൽ R ഹരികുമാർ 2024 സർക്കാർ രംഗത്തെ IT സംരംഭങ്ങൾക്കുള്ള ടെക്നോളജി സഭ അവാർഡ് ലഭിച്ചിരിക്കുന്നത് KITE കൈറ്റിനാണ്. 2024 സർക്കാർ രംഗത്തെ IT സംരംഭങ്ങൾക്കുള്ള ടെക്നോളജി സഭ അവാർഡ് ലഭിച്ചിരിക്കുന്നത് KITE കൈറ്റിനാണ്. മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ്. മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് സാറ ജോസഫിനാണ്. നോവൽ എസ്തേർ ആണ് അദ്ദേഹത്തിൻ്റെ നോവൽ എസ്തേർ ആണ്. മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് എഴുത്തുകാരിയായ സാറ ജോസഫിനാണ്. ഭാരതീയ പഞ്ചാംഗമനുസരിച്ച് സമയം പ്രദർശിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വേദ ഘടികാരം നിലവിൽ വരുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഭാരതീയ പഞ്ചാംഗമനുസരിച്ച് സമയം പ്രദർശിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വേദഘടികാരം നിലവിൽ വരുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച സോവിയറ്റ് യൂണിയൻ്റെ മുൻ പ്രധാനമന്ത്രിയുടെ പേരാണ് നിക്കോളായ് റിഷ്കോവ് എന്നത്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച സോവിയറ്റ് യൂണിയൻ്റെ മുൻ പ്രധാനമന്ത്രിയുടെ പേരാണ് നിക്കോളായ് റിഷ്കോവ് എന്നത്. അടുത്തത് വയനാട് പഞ്ചായത്തിൻ്റെയും ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെയും നേതൃത്വത്തിൽ നടത്തിയ കാലാവസ്ഥ ഉച്ചകോടിയാണ് ജാത്തിരേ കാലാവസ്ഥ ഉച്ചകോടി. വയനാട് പഞ്ചായത്തിൻ്റെയും ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെയും നേതൃത്വത്തിൽ നടത്തിയ കാലാവസ്ഥ ഉച്ചകോടിയാണ് ജാത്തിരേ കാലാവസ്ഥ ഉച്ചകോടി. അടുത്തിടെ ടിബറ്റൻ ആടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യമുണ്ട് അല്ലേ. ടിബറ്റൻ ആടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യത്തിൻ്റെ പേരാണ് ചൈന. ടിബറ്റൻ ആടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യമാണ് ചൈനയാണ് ടിബറ്റൻ ആടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ചത്. തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആര്? തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരത്തിന് 2024 തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയുടെ പേരാണ് MK സാനു എന്നത്. MK സാനു. തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയുടെ പേരാണ് MK സാനു. അടുത്തത് ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി സംഘടിപ്പിക്കുന്ന സ്വയം പ്രതിരോധ പരിശീലന പരിപാടിയാണ് ജ്വാല എന്നത്. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി സംഘടിപ്പിക്കുന്ന സ്വയം പ്രതിരോധ പരിശീലന പരിപാടിയാണ് ജ്വാല എന്ന പരിപാടി. കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരിക്ക് ബദലായി കേരള സർക്കാർ വിതരണം ചെയ്യുന്ന അരിയാണ് ശബരി കെ റൈസ്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരിക്ക് ബദലായി കേരള സർക്കാർ വിതരണം ചെയ്യുന്ന അരിയാണ് ശബരി കെ റൈസ്. സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായുള്ള പദ്ധതിയുടെ പേരാണ് പൊൻവാക്ക് എന്നത്. സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് പൊൻവാക്ക് എന്ന പദ്ധതി. 2024 മാർച്ചിൽ ഗർഭഛിദ്രം സ്ത്രീകളുടെ ഭരണഘടനാപരമായ അവകാശമാക്കുന്ന നിർണായകമായ ഭേദഗതി ബില്ലിന് അംഗീകാരം ലഭിച്ച രാജ്യമാണ് ഫ്രാൻസ്. 2024 മാർച്ചിൽ
ഗർഭഛിദ്രം സ്ത്രീകളുടെ ഭരണഘടനാപരമായ അവകാശമാക്കുന്ന നിർണായക ബില്ലിന് അംഗീകാരം നൽകിയ രാജ്യമാണ് ഫ്രാൻസ്. ഫോണിലും വാട്സപ്പിലും വരുന്ന സൈബർ തട്ടിപ്പുകളും മെസ്സേജുകളും തടയാനായി കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് ചക്ഷു എന്നത്. ഫോണിലും വാട്സപ്പിലും വരുന്ന സൈബർ തട്ടിപ്പുകളും മെസ്സേജുകളും തടയാനായി കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് ചക്ഷു എന്നത്. പ്രഥമ ഇന്ത്യൻ പാഡിൽ ഫെസ്റ്റിവൽ എവിടെയാണ്? അത് ഡൽഹിയിലാണ് അല്ലേ. പ്രഥമ ഇന്ത്യൻ പാഡിൽ ഫെസ്റ്റിവൽ ഡൽഹി എവിടെയാണ് നടത്തപ്പെട്ടത്? അത് കർണാടകത്തിലെ മംഗളൂരിലാണ്. പ്രഥമ ഇന്ത്യൻ പാഡിൽ ഫെസ്റ്റിവൽ നടത്തപ്പെട്ട സ്ഥലമെന്ന് പറയുന്നത് കർണാടകത്തിലെ മംഗളൂരു അല്ലെങ്കിൽ മംഗലാപുരം എന്ന സ്ഥലത്താണ്. 2024 ജൂലൈയിൽ നടക്കുന്ന അന്താരാഷ്ട്ര റോബോട്ടിക്സ് സമ്മേളനത്തിന് വേദിയാകുന്ന നഗരമാണ് കൊച്ചി. 2024 ജൂലൈയിൽ നടക്കുന്ന അന്താരാഷ്ട്ര റോബോട്ടിക്സ് സമ്മേളനത്തിന് വേദിയാകുന്ന നഗരത്തിൻ്റെ പേരാണ് കൊച്ചി. ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ തലവനായ മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ തലവനായ മലയാളിയുടെ പേരാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ചെന്നൈയെ ദേശീയ തലസ്ഥാന മേഖലയുമായി ബന്ധിപ്പിക്കുന്ന മൾട്ടി നോഡൽ സേവനമാണ് സരൽ 2 എന്നത്. ചെന്നൈയെ ദേശീയ തലസ്ഥാന മേഖലയുമായി ബന്ധിപ്പിക്കുന്ന മൾട്ടി മോഡൽ സേവനമാണ് സരൽ 2 എന്ന പദ്ധതി. ഇന്ത്യയിലെ ആദ്യ സ്കിൽ ഇന്ത്യ സെൻറ്റർ നിലവിൽ വരുന്നത് സാമ്പൽപൂറാണ്. ഒഡീഷയിലെ സാമ്പൽപൂരിലാണ് ഇന്ത്യയിലെ ആദ്യ സ്കിൽ സെൻറ്റർ നിലവിൽ വരുന്നത്. ഒഡീഷയിലെ സാമ്പൽപൂരിലാണ് ഇന്ത്യയിലെ ആദ്യ സ്കിൽ സെൻറ്റർ നിലവിൽ വരുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ISRO നടത്തുന്ന യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാം. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ISRO നടത്തുന്ന യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാമിൻ്റെ പേരാണ് യുവിക എന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ISRO നടത്തുന്ന യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാമിൻ്റെ പേരാണ് യുവിക. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന പദവി തിരിച്ചുപിടിച്ച ആമസോണിൻ്റെ സ്ഥാപകൻ്റെ പേരാണ് ജെഫ് ബെസോസ്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന പദവി തിരിച്ചുപിടിച്ച ആമസോണിൻ്റെ സ്ഥാപകൻ്റെ പേരാണ് ജെഫ് ബെസോസ്. രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യത്തെ ജില്ലയാണ് വയനാട്. രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യത്തെ ജില്ലയുടെ പേരാണ് വയനാട് ജില്ല. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് PM ശ്രീ സ്കൂൾ പദ്ധതി. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് PM ശ്രീ സ്കൂൾ എന്നത്. 2024 ഫെബ്രുവരിയിൽ റഷ്യ വിക്ഷേപിച്ച ഇമേജിംഗ് ഉപഗ്രഹം പാർസ് 1 ഏത് രാജ്യത്തിൻ്റെതാണ്? ഇറാൻ എന്ന രാജ്യത്തിൻ്റെതാണ് 2024 ഫെബ്രുവരിയിൽ റഷ്യ വിക്ഷേപിച്ച ഇമേജിംഗ് ഉപഗ്രഹമായ പാർസ് 1 എന്നത്. ഇന്ത്യയിൽ ആദ്യമായി സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ്ങിന് റോബോട്ടിന് വികസിപ്പിച്ചത് IIT മദ്രാസ് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിനായിട്ട് റോബോട്ടിനെ വികസിപ്പിച്ചത് IIT മദ്രാസ് ആണ്. വനിതകൾക്ക് കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ട് നഗര കേന്ദ്രീകൃതമായി വിവിധ സേവനങ്ങൾ നൽകാനായിട്ട് കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയാണ് ക്വിക്ക് സർവ് എന്നത്. വനിതകൾക്ക് കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ട് നഗര കേന്ദ്രീകൃതമായി വിവിധ സേവനങ്ങൾ നൽകാനായിട്ട് കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ക്വിക്ക് സർവ് എന്ന പദ്ധതി. വനിതകൾക്ക് കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ട് നഗര കേന്ദ്രീകൃതമായി വിവിധ സേവനങ്ങൾ നൽകാനായിട്ട് കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ക്വിക്ക് സർവ് എന്ന പദ്ധതി. 1 കോടി കുടുംബങ്ങൾക്ക് പ്രതിമാസം 300 യൂണിറ്റ് സൗജന്യ വൈദ്യുതി ലഭ്യമാക്കുന്നതിന് പുരപ്പുറ സൗരോർജ്ജ പദ്ധതി ആവിഷ്കരിച്ചത്. 1 കോടി കുടുംബങ്ങൾക്ക് പ്രതിമാസം 300 യൂണിറ്റ് സൗജന്യ വൈദ്യുതി ലഭ്യമാക്കുന്നതിന് പുരപ്പുറ സൗരോർജ്ജ വൈദ്യുതി പദ്ധതി ആരംഭിച്ചത് PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയാണ്. 1 കോടി കുടുംബങ്ങൾക്ക് പ്രതിമാസം 300 യൂണിറ്റ് സൗജന്യ വൈദ്യുതി ലഭ്യമാക്കുന്നതിന് പുരപ്പുറ സൗരോർജ്ജ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയാണ് PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്നത്. 2024 മാർച്ചിൽ യൂറോപ്യൻ യൂണിയൻ $200 കോടി പിഴ ഈടാക്കിയത് ആപ്പിൾ എന്ന കമ്പനിക്കെതിരായിട്ടാണ്. 2024 മാർച്ചിൽ യൂറോപ്യൻ യൂണിയൻ $200 കോടി പിഴ ഈടാക്കിയത് ആപ്പിൾ എന്ന കമ്പനിക്കെതിരായിട്ടാണ്. 2023-24 സാമ്പത്തിക വർഷത്തെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് തല ജാഗ്രതാ സമിതിക്കുള്ള കേരള വനിതാ കമ്മീഷന്റെ പുരസ്കാരം ലഭിച്ച ജില്ലയാണ് കാസർഗോഡ് ജില്ലയാണ്. 2023-24 സാമ്പത്തിക വർഷത്തെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് തല ജാഗ്രതാ സമിതിക്കുള്ള കേരള വനിതാ കമ്മീഷന്റെ പുരസ്കാരം ലഭിച്ചത് കാസർഗോഡ് ജില്ലയ്ക്കാണ്. മൊബൈലിലൂടെ സൗജന്യമായി നിയമസേവനം നൽകുന്നതിനായി കേന്ദ്ര സാമൂഹിക നീതി വകുപ്പും കോമൺ സർവീസ് സെൻ്ററുകളും സംയുക്തമായി ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ടെലിലോ 2.0 പദ്ധതി. മൊബൈലിലൂടെ സൗജന്യമായി നിയമസേവനം നൽകുന്നതിനായിട്ട് കേന്ദ്ര സാമൂഹിക നീതി വകുപ്പും കോമൺ സർവീസ് സെൻ്ററുകളും സംയുക്തമായി ആരംഭിച്ച പദ്ധതിയാണ് ടെലിലോ 2.0 പദ്ധതി. കന്യാകുമാരി ആസ്ഥാനമായ നൂറുൽ ഇസ്ലാം സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറാണ് ഡോക്ടർ ടെസി തോമസ്. കന്യാകുമാരി ആസ്ഥാനമായ നൂറുൽ ഇസ്ലാം സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറാണ് ഡോക്ടർ ടെസി തോമസ്. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് ടെസി തോമസ് അറിയപ്പെട്ടിരുന്നത്.
2024 മുതൽ ഗർഭഛിദ്രം മൗലികാവകാശമാക്കിയ രാജ്യമാണ് ഫ്രാൻസ്. നമ്മൾ 2 തവണ ഇത് സൂചിപ്പിച്ച കാര്യമാണ്, പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. കായിക താരങ്ങൾക്കുള്ള ഈ സർട്ടിഫിക്കറ്റ് സംവിധാനം ആദ്യമായി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. കായിക താരങ്ങൾക്കുള്ള ഈ സർട്ടിഫിക്കറ്റ് സംവിധാനം ആദ്യമായി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന 2ാമത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് അസം. ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡായിരുന്നു. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന 2ാമത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് അസം. പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാൻ സ്മാർട്ട് ഐ എന്ന പേരിൽ CCTV സ്ഥാപിക്കുന്ന കേരളത്തിലെ ആദ്യ ജില്ലയാണ് കണ്ണൂർ. പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാനായി സ്മാർട്ട് ഐ എന്ന പേരിൽ CCTV സ്ഥാപിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ് കണ്ണൂർ ജില്ല. ഗബ്രിയേൽ ഗാർസിയ മാർക്കസിൻ്റെ അവസാനത്തെ നോവൽ അതായിരുന്നു അൺടിൽ ലാസ്റ്റ്. ഇതും നമ്മൾ പഠിച്ചതാണ്. ഗബ്രിയേൽ ഗാർസിയ മാർക്കസിൻ്റെ അവസാനത്തെ നോവൽ, കൊളംബിയൻ സാഹിത്യകാരനായ ഗബ്രിയേൽ ഗാർസിയ മാർക്കസിൻ്റെ അവസാനത്തെ നോവലാണ് അൺടിൽ ഓഗസ്റ്റ് എന്നത്. അടുത്തിടെ 10 ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച ജാംനഗർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. 10 ദിവസത്തേക്ക് മാത്രമായിട്ട് അന്താരാഷ്ട്ര പദവി ലഭിച്ച ജാംനഗർ വിമാനത്താവളം ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2022 നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ സർവേ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികളുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ് എന്നത്. 2022 നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ സർവേ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികളുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. കേരളത്തിലെ ആദ്യത്തെ ജനമൈത്രി ചെക്ക് പോസ്റ്റ് നിലവിൽ വരുന്നത് മറയൂരിലാണ്. മറയൂറാണ്. ചട്ടം മൂന്നാർ ചെക്ക് പോസ്റ്റിലാണിത് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ ജനമൈത്രി ചെക്ക് പോസ്റ്റ് നിലവിൽ വരുന്നത് മറയൂരിലാണ്. കേരളത്തിലെ ആദ്യത്തെ മാരിടൈം ക്ലസ്റ്റർ നിലവിൽ വരുന്നത് ചേർത്തലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ മാരിടൈം ക്ലസ്റ്റർ നിലവിൽ വരുന്നത് ചേർത്തലയിലുമാണ്. കേരളത്തിലെ ആദ്യത്തെ മാരിടൈം ക്ലസ്റ്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? ചേർത്തലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ മാരിടൈം ക്ലസ്റ്റർ നിലവിൽ വരുന്നത് ചേർത്തലയിലാണ്. ഓൾ ഇന്ത്യ സ്പൈസസ് എക്സ്പോർട്ടേഴ്സ് ഫോറം സംഘടിപ്പിച്ച 7ാമത് ഇൻ്റർനാഷണൽ സ്പൈസ് കോൺഫറൻസിന് വേദിയായത് ഡൽഹിയാണ്. ഓൾ ഇന്ത്യ സ്പൈസസ് എക്സ്പോർട്ടേഴ്സ് ഫോറം സംഘടിപ്പിച്ച 7ാമത് ഇൻ്റർനാഷണൽ സ്പൈസസ് കോൺഫറൻസിന് വേദിയായത് ഡൽഹിയാണ്. ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ലയാണ് വയനാട്. ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ലയാണ് വയനാട് ജില്ല. ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ലയാണ് വയനാട് ജില്ല. സ്ത്രീകളിൽ സ്തനാർബുദം വർദ്ധിക്കുന്നത് നേരത്തെ സ്ക്രീനിംഗ് ചെയ്യുന്നതിനും കണ്ടെത്തുന്നതിനുമുള്ള സവേര പദ്ധതിക്ക് തുടക്കം കുറിച്ച സംസ്ഥാനമാണ് ഹരിയാന. സ്ത്രീകളിൽ സ്തനാർബുദം വർദ്ധിക്കുന്നത് നേരത്തെ സ്ക്രീൻ ചെയ്യുന്നതിനും കണ്ടെത്തുന്നതിനുമുള്ള സവേര പദ്ധതിക്ക് തുടക്കം കുറിച്ച സംസ്ഥാനമാണ് ഹരിയാന. സ്ത്രീകളിൽ സ്തനാർബുദം വർദ്ധിക്കുന്നത് നേരത്തെ സ്ക്രീൻ ചെയ്യുന്നതിനും കണ്ടെത്തുന്നതിനുമായിട്ട് സവേര എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ച സംസ്ഥാനമാണ് ഹരിയാന. കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് അഥവാ കിസ്, കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് യൂണിവേഴ്സിറ്റി നൽകുന്ന 2024 ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം നേടിയ വ്യക്തിയാണ് ബിൽ ഗേറ്റ്സ്. കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് യൂണിവേഴ്സിറ്റി നൽകുന്ന 2024 കിസ് ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം നേടിയത് ബിൽ ഗേറ്റ്സ് ആണ്. പരിചയമില്ലാത്ത സ്ത്രീയെ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് അപകീർത്തികരവും ലൈംഗിക അതിക്രമവുമായി കണക്കാക്കാമെന്ന് വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതിയാണ് കൽക്കട്ട ഹൈക്കോടതി. പരിചയമില്ലാത്ത സ്ത്രീയെ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് അപകീർത്തികരവും ലൈംഗിക അതിക്രമവുമായി കണക്കാക്കാമെന്ന് വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതിയാണ് കൽക്കട്ട ഹൈക്കോടതിയാണ്. APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ആദ്യ ഓംബുഡ്സ്മാനാണ് ഡോക്ടർ ധർമ്മരാജ് അഡ. APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ആദ്യ ഓംബുഡ്സ്മാനാണ് ഡോക്ടർ ധർമ്മരാജ് അഡ. APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ആദ്യ ഓംബുഡ്സ്മാനാണ് ഡോക്ടർ ധർമ്മരാജ് അഡ. ഇന്ത്യയിൽ ഗതാഗത മേഖലയിൽ ആദ്യമായി പോർട്ട് ടാക്സി സംവിധാനം ആരംഭിക്കുന്ന നഗരമാണ് മുംബൈ. ഇന്ത്യയിൽ ഗതാഗത മേഖലയിൽ ആദ്യമായി പോർട്ട് ടാക്സി സംവിധാനം ആരംഭിക്കുന്ന നഗരമാണ് മുംബൈ. ബ്രിട്ടീഷ് രാജാവിൻ്റെ ബഹുമതിയായ നൈറ്റ്ഹുഡ് പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വ്യവസായിയാണ് സുനിൽ മിത്തൽ. ബ്രിട്ടീഷ് രാജാവിൻ്റെ ബഹുമതിയായ നൈറ്റ്ഹുഡ് പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വ്യവസായിയുടെ പേരാണ് സുനിൽ മിത്തൽ. കേൾവിശക്തിയുടെ പ്രാഥമിക പരിശോധനകൾക്കായി ലോക ആരോഗ്യ സംഘടനയുടെ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഹിയർ WHO എന്നത്. കേൾവി ശക്തിയുടെ പ്രാഥമിക പരിശോധനകൾക്കായി ലോകാരോഗ്യ സംഘടനയുടെ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഹിയർ WHO എന്നത്. ലോക കേൾവി ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് മാസം 3-ാം തീയതിയാണ് ലോക കേൾവി ദിനമായിട്ട് ആചരിക്കുന്നത്.
2024 ലോക കേൾവി ദിന പ്രമേയമാണ് മനോഗതി മാറ്റാം, ശ്രവണ പരിചരണം എല്ലാവർക്കും യാഥാർത്ഥ്യമാക്കാം. മനോഗതി മാറ്റാം, ശ്രവണ പരിചരണം എല്ലാവർക്കും യാഥാർത്ഥ്യമാക്കാം എന്നതാണ് 2024 ലോക കേൾവി ദിന പ്രമേയം. പറമ്പിക്കുളം കടുവാ സങ്കേതത്തിൽ നിന്നും അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഇനം കടന്നൽ, ആ കടന്നലിൻ്റെ പേരാണ് പിയുമൊയിഡസ് ഇൻഡിക്കസ് എന്നത്. പറമ്പിക്കുളം കടുവാ സങ്കേതത്തിൽ നിന്നും അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഇനം കടന്നലിൻ്റെ പേരാണ് പിയുമൊയിഡസ് ഇൻഡിക്കസ് എന്നത്. 2023 കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സന്ദർശിച്ച ജില്ലയാണ് എറണാകുളം ജില്ല. 2023 കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സന്ദർശിച്ച ജില്ലയാണ് എറണാകുളം ജില്ല. നിർധനരായ വൃക്കരോഗികൾക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ഡയാലിസിസ് നൽകിയതിനുള്ള ഡയാലിസിസ് മാൻ അവാർഡിന് അർഹനായ വ്യക്തിയാണ് KN ആനന്ദകുമാർ. നിർധനരായ വൃക്കരോഗികൾക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ഡയാലിസിസ് നൽകിയതിനുള്ള ഡയാലിസിസ് മാൻ അവാർഡിന് അർഹനായ വ്യക്തിയാണ് KN ആനന്ദകുമാർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വന്നത് ഛത്തീസ്ഗഡിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വന്നത് ഛത്തീസ്ഗഡിലാണ്. അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ ആധുനിക ഭാഷാ വകുപ്പിൻ്റെ ചെയർമാനായി നിയമിതനായ മലയാളിയാണ് പ്രൊഫസർ TN സതീശൻ. അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ ആധുനിക ഇന്ത്യൻ ഭാഷാ വകുപ്പിൻ്റെ ചെയർമാനായിട്ട് നിയമിതനായ മലയാളിയുടെ പേരാണ് പ്രൊഫസർ TN സതീശൻ. വേൾഡ് ഗോൾഡ് കൗൺസിൽ ഇന്ത്യയുടെ പുതിയ CEO ആയി നിയമിതനായത് സച്ചിൻ ജെയിനാണ്. വേൾഡ് ഗോൾഡ് കൗൺസിൽ ഇന്ത്യയുടെ പുതിയ CEO ആയി നിയമിതനായത് സച്ചിൻ ജെയിനാണ്. കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രഫി പ്രൈസിന് അർഹനായത് സന ഇർഷാദ് മട്ടുവാണ്. കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രഫി പ്രൈസിന് അർഹയായത് സന ഇർഷാദ് മട്ടുവാണ്. മേഫിസ് 2024 പുരസ്കാരം നേടിയ ഗ്രീൻ ആഡ്സ് ഗ്ലോബൽ എന്ന സ്റ്റാർട്ടപ്പ് ഏത് സംസ്ഥാനം ആസ്ഥാനമായാണ് പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കേരളം. മേഫിസ് 2024 പുരസ്കാരം നേടിയ ഗ്രീൻ ആഡ്സ് ഗ്ലോബൽ എന്ന സ്റ്റാർട്ടപ്പ് ഏത് സംസ്ഥാനം ആസ്ഥാനമായാണ് പ്രവർത്തിക്കുന്നതെന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കേരളം. സ്പെയിനിൽ നിന്നുള്ള പുരസ്കാരം, ഈ പുരസ്കാരം മൊബൈൽ ആവാസ വ്യവസ്ഥയിലെ ഓസ്കാർ എന്നാണ് അറിയപ്പെടുന്നത്. സ്പെയിനിൽ നിന്നുള്ള ഈ പുരസ്കാരം അറിയപ്പെടുന്നത് മൊബൈൽ ആവാസ വ്യവസ്ഥയിലെ ഓസ്കാർ എന്നാണ്. 2024 ടേബിൾ ടെന്നീസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് 2024 വേദി സൗത്ത് കൊറിയയിലെ ബുസാനിലാണ്. ഫാസിസ് അക്കാദമി നൽകിക്കൊണ്ടിരിക്കുന്ന ഈ വാർത്താ ബുള്ളറ്റിൻ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.